എത്ര പേരുടെ കയ്യിൽ കുരുത്തോലകളുണ്ട്? ഇവിടെ 3 പേരുടെ 4 പേരുടെ ഉണ്ട്. ഇവിടെ ആരുടെയും ഇല്ല. സജിബ്രതൻ്റെ കുരുത്തോല എന്ന് പറയുന്നത് സ്തുതിക്കാണ്. കുരുത്തോല എന്ന് പറയുന്നത് നിങ്ങളല്ലാണ്ട് തെങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറി ഓലയും പറിച്ചുകൊണ്ട് വരുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. കുരുത്തോല ഇൻ ദ സെൻസ് ഇറ്റ് ഈസ് ദ പ്രൈസ്. മറഞ്ഞു കിടന്ന ആ വലിയ സ്തുതിയെ ആരുടെ വായിലാണ് കൊടുത്തത്? ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ അവൻ അതിനെ നിക്ഷേപിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. The Lord has ordained praise in the mouth of babes and nursing children. Wonderful, hallelujah. ഒന്നുകൂടെ പറഞ്ഞു നമ്മളെ. The Lord speak. The Lord ordained praise in the mouths of babes and sucking children. Hallelujah. So ഈ ഭാഷ ഞായറാഴ്ച ദൈവം നിങ്ങളെ നല്ല സന്ദേശങ്ങൾ നൽകി സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. May the Lord give us good messages on this Hosanna Sunday. Praise the Lord. Hallelujah. എത്ര പേര് സന്തോഷത്തോടെ ഇരിക്കുന്നു? How many of you are joyful in the presence of God? Hallelujah. ഞാനും എൻ്റെ പുസ്തകം നോട്ട് നോക്കട്ടെ. ഹല്ലേലൂയ. ഭാഷ ഞായറാഴ്ചത്തെ സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കുവാനും ഞാനും ഇങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കും. Even I am waiting to share with you the message of Hosanna Sunday. തിരിച്ചറിവുകൾ ഇല്ലാത്ത ഒരു കൂട്ടമായി മാറാതിരിക്കാനാണ് എൻ്റെ പഠനത്തിൻ്റെയും പഠിപ്പീരുകളുടെയും ലക്ഷ്യം. The very goal of my learning and teaching is to make you into a people of good understanding. ഇന്നിപ്പോൾ ഇവിടെ പാടിയ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് യേശു കഴുതക്കുട്ടിമേൽ സഞ്ചരിച്ച ആ കാര്യത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയായിരുന്നു. All the songs that we sung today are reminders of Jesus riding on a colt on that Palm Sunday. പട്ടത്ത സഭകളിലൊക്കെ ഈ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ പാട്ടുകളിൽ കൂടിയും പ്രാർത്ഥനകളിൽ കൂടിയും ഒക്കെ നിരന്തരമായി അത് കുഞ്ഞുങ്ങളെയൊക്കെ അതിനകത്തൂടെ അവർ നടത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. That is why in traditional churches these are reminders where they constantly teach the children about these events that Jesus went through. നമ്മൾ ആ കാര്യത്തിനകത്തൊക്കെ ഒരുപാട് പുറമോട്ട് മാറി നിന്നതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ഞാൻ എൻ്റെ ഉദ്ദേശം മുഴുവൻ അടുത്ത തലമുറയാണ്, നിങ്ങളെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നെക്സ്റ്റ് ജനറേഷൻ, അടുത്ത തലമുറയുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടണം. But we have gone back in those things, and that is why I want to instill them back for the sake of our next generation, and they should know what these things meant to be. നിങ്ങൾ ഇനി മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലേലും എന്നോട് വിരോധപ്പെട്ടാലും സ്നേഹിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. I'm not bothered whether you are against me in this or with me in this. പക്ഷേ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു ന്യൂ ജനറേഷൻ, യങ് ജനറേഷൻ, അവരുടെ കയ്യിൽ ചിലത് കിട്ടണം. But I am viewing a young generation before my eyes, and they should receive some things in their hands. Repeatedly, തുടർമാനമായി കേൾക്കുമ്പോഴാണ് ചിലത് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുന്നത്. We need to hear certain things repeatedly to get this grounded in our heart. നമുക്ക് കേൾവിയില്ലാത്തതുകൊണ്ട് നമുക്ക് തിരിച്ചറിവുകളുമില്ല. സ്വോത്രം പറയാൻ മാത്രം അറിയാം. Because we don't have the right hearing, we don't have right understanding. ഏറ്റവും പ്രസക്തമായ ഇന്നത്തെ ദിവസത്തെ ചോദ്യമാണ്, യേശു എന്തിനായി വന്നു? The most important question for today is, why did Jesus come? എന്തിനാണ് അവർ ഹോസന്ന പാടിയത്? Why did they sing Hosanna? എന്തിനാണ് അവർ മരക്കൊമ്പുകൾ ആ വഴിയിലെല്ലാം മുറിച്ചിട്ടത്? Why did they leave branches on the road? എന്തിനാണ് ഈ തുണികളെല്ലാം അവര് വിശേഷമെന്ന് കരുതിയതെല്ലാം ആ വഴിവക്കിലെല്ലാം അവർ വിരിച്ച് ഈ രാജാവിനെ എതിരേറ്റത്? Why did they receive the king by laying clothes all over the streets? ഇതിന് പുറകിൽ 2 വാക്കുകളാണ്. ആ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകളാണെങ്കിലും അതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങൾ, അതിന്റെ എല്ലാം ഒരുക്കമായിരുന്നു. You will hear 2 words, and this was a preparation for those 2 things. ആ വാക്കുകളാണ് redemption and restoration, വീണ്ടെടുപ്പും യഥാസ്ഥാപനവും. And those words are redemption and restoration. ക്രൂശുമരണത്തിൽ സംഭവിക്കുന്നത് റിഡംഷൻ ആണ്, വീണ്ടെടുപ്പാണ്. What happens on the death on the cross is redemption. റിഡംഷൻ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ restoration എളുപ്പമായി തീരുകയാണ്. And because redemption happens, restoration becomes easier. Hallelujah. 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 Praise the Lord.
ആമേൻ, ഹല്ലേലൂയ. അതിന്റെ ഒരുക്കങ്ങളാണ് ഈ പീഡാനുഭവ കാഴ്ച എന്ന് പറയുന്നത്. And the preparation for that is the scene that the persecutions that Jesus went through. ആമേൻ, ഹല്ലേലൂയ. എന്തിൽ നിന്നാണ് നമ്മെ വീണ്ടെടുത്തത്? What did he redeem us from? എവിടെ നിന്നാണ് അവൻ നമ്മളെ വീണ്ടെടുത്തത്? From where did he redeem us from? എന്തിലേക്കാണ് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തിയത്? And to what are we restored to? ഈ മെസ്സേജ് ഒക്കെ കേൾക്കുന്ന പറഞ്ഞാൽ ചുമ്മാ വെറുതെ കളിച്ചും ചിരിച്ചും അവിടെ ഇരിക്കാതെ ഇത് തലയ്ക്കകത്തോട്ടൊന്ന് കയറ്റി ഹൃദയത്തിൽ കൂടെ അത് പരിവർത്തിക്കുവാൻ ആഗ്രഹിച്ചേ. Don't just hear the message just like that. Receive it into your heart and let it transform your life. എന്റെ ജീവിതത്തെ മാറ്റിയത് മുഴുവൻ ഈ സന്ദേശങ്ങളാണ്. My life was changed because of these messages. എന്തിനാണ് നമ്മെ അവൻ വീണ്ടെടുത്തത്? Why did he redeem us? എന്തിലേക്കാണ് അവൻ നമ്മെ യഥാസ്ഥാനപ്പെടുത്തിയത്? To what are we restored to? റിഡംഷൻ ആൻഡ് റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന ടെക്നിക്കൽ വാക്കുകളാണ്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വാക്കുകളൊക്കെ അങ്ങനെ മനസ്സിലാക്കും. വീണ്ടെടുപ്പ് ഒരു ടെക്നിക്കൽ വാക്കാണ്. Redemption and restoration should be understood as two technical words. നമ്മൾ ഡോക്ടറിന്റെ അടുക്ക ചെല്ലുവാണെങ്കിൽ ഡോക്ടർ ഇതുപോലത്തെ ചില മെഡിക്കൽ ടേംസ് ഒക്കെ നമ്മളോട് പറയും. ഡോക്ടറിന്റെ അടുക്ക ചെല്ലുമ്പോൾ when you go meet a doctor, he might tell us a few technical words. അറിവുള്ളവരോട് ടെക്നിക്കൽ വാക്കുകൾ, അറിവില്ലാത്തവരോട് കുറച്ചത് വിശദമാക്കി കൊടുക്കും. To those who are knowledgeable, he might use these technical words. To others, he might explain ഒരു വാക്കായിരിക്കാം CA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറെ പേർക്കൊക്കെ അറിയാം CA എന്താണ്. You might be familiar with the word CA. CA എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കും. You might think it's chartered accountant. എന്നാൽ ക്യാൻസറിന്റെ ഷോർട്ട് ഫോമിൽ പറയുന്നത് കാസിനോമ എന്നുള്ളത് ആ വാക്കിന്റെ ഷോർട്ട് ഫോം ആണ് CA എന്ന് പറയുന്നത്. But these days it is used as a short form for carcinoma. TB, tuberculosis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് TB ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. Say may TB used for tuberculosis? പക്ഷെ ട്യൂബർക്കുലോസിസും നമുക്കറിയത്തില്ലായിരിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തരും വിട്ടുമാറാത്ത ചുമച്ച് അത് ക്ഷയമായി മാറി. ക്ഷയം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. Sometimes if you don't understand, then the doctor will use few words to explain. ചുമ്മാ ചുമക്കുമ്പോൾ നമ്മൾ തന്നെ പറയാറില്ല, ചുമ്മാ ക്ഷയരോഗിയെ പോലും ചുമക്കാന്ന് പറയത്തില്ലേ? It just means persistent cough. ഞാനാണെങ്കിൽ പറയും വയ്യാങ്കിൽ ചുമക്കണ്ടെന്ന് പറയും. I tell people, if you're not well, please don't cough. കഷ്ടപ്പെട്ട് എന്തിനാ ചുമക്കുന്നത്? വയ്യാങ്കിൽ പിന്നെന്തിനാ അവർ ചുമക്കുന്നത്? ചുമ്മാ ഇരുന്നാ പോലെ. If you're not well, don't cough. എന്താണ് ഈ പറയുന്ന വാക്കുകൾ? ചില വാക്കുകൾ, ചില അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. When we use the right word, sometimes we may not really understand what it means. സെൽ എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചാൽ, സെൽ എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചാൽ, for example, if I use a word cell, ഞാനൊരു പാസ്റ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് സെൽ എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? പ്രയർ സെൽ. അല്ലെങ്കിൽ പിന്നെ ഏത് സെല്ല്? ചത്തിട്ട് കുഴിച്ചിടുന്ന സെല്ല്. ഒരു പാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം സെൽ എന്ന് പറഞ്ഞാൽ ഇതാ. As far as a pastor is concerned, cell might mean cell meeting. എല്ലാ ഒരു ജയിൽ സൂപ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം സെൽ എന്തുവാ? But for a jail superintendent, cell is a prison. ജയിലാണ്. അതുപോലെ തന്നെ ഒരു ബയോളജിസ്റ്റിനെ കുറിച്ച്, ബയോളജി പഠിക്കുന്നവർക്ക് സെൽ എന്ന് പറഞ്ഞാൽ ഉടനെ തോന്നുന്നു. But for a biologist, കോശങ്ങൾ, സെൽ മനസ്സിലായി, ശരീരത്തിന്റെ കോശങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കും. ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ സെൽ എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ബാറ്ററി. എന്ത് പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞ്. എന്നാൽ ഈ പുതിയ പിള്ളേർക്ക് സെൽ എന്ന് പറഞ്ഞാൽ എന്തോ? സെൽഫോൺ. ഇപ്പൊ ഒരു വാക്ക് തന്നെ എന്തെല്ലാം സെൽ എന്നൊരു വാക്കാണ്. ഓരോരുത്തരും മനസ്സിലാക്കുന്ന ഓരോ തരത്തിലാണ്. One word cell is understood in different ways. ചർച്ചിനകത്ത് വന്നിരിക്കുന്ന ഒരു വാക്ക് കേൾക്കുന്ന ഉടനെ നീ നിന്റേതായ അർത്ഥത്തിൽ എടുക്കരുത്. കുഴപ്പമുണ്ടാകുന്നു. When you hear a particular word in church, don't receive it in your own way. അതിനെ എക്സ്പ്ലനേഷൻ, അതിനെ കുറിച്ചൊക്കെ എഴുതിയൊക്കെ എടുക്കുന്നത്. ദൈവം ഈ പറഞ്ഞതോ ഇത്ര നാൾ ഞാൻ ചിലരെ പറഞ്ഞു കേട്ടില്ല, അയ്യോ ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായെന്ന്. അപ്പൊ ഇത്ര നാൾ എന്താ മനസ്സിലാക്കി? ഏതാണ്ടാ മനസ്സിലാക്കിയത്. That is why you need to hear the right explanation and understand in the right way. പഠനം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എന്തായിരിക്കും ആവശ്യം? ആരെയോ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. You have to learn so that you can teach someone. നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാളെ നമുക്ക് അവരെ പറഞ്ഞു കൊടുക്കാനോ അവരെ എക്വിപ്പ് ചെയ്യാനോ നമുക്ക് കഴിയത്തില്ല. If we don't learn, we will be unequipped to teach someone else. കെട്ടുപോകുന്നു. That is how the church becomes fruitless. ഇവിടൊക്കെയാണെങ്കിൽ ഒന്നുമല്ലെങ്കിൽ എന്നെ പേടിച്ചിട്ട് ആരും ഉറങ്ങത്തില്ല. At least here people don't sleep fearing me. മിക്കവാറും സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ പണ്ട് ഞാൻ പറഞ്ഞല്ലേ, ഒരു പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നിട്ട് SI അവിടെ നോക്കി കഴിഞ്ഞ ഉടനെ കംപ്ലൈന്റ് പറഞ്ഞിട്ട് ഒരു അടി കൊടുത്തു. അവന്റെ കംപ്ലൈന്റ് എന്നാന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ബഹളം കാരണം ഞങ്ങൾക്കൊന്നും ഉറങ്ങാൻ കഴിയുന്നില്ലെന്നാ. Once somebody complained about a church to the police station that because of the noise in the church we are not able to sleep. അതാ കംപ്ലൈന്റ്.
അതിനാ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സബ് ഇൻസ്പെക്ടർ തന്നെ ഇങ്ങ് വന്നു നോക്കാൻ വേണ്ടി, ഇത് അത്രയ്ക്ക് ബഹളമാണു. So the SI came to check whether this fact is true. അയാളെ ജനലിൽ കൂടെ നോക്കി കഴിഞ്ഞു പറഞ്ഞേ, നോക്കിയിട്ട് ഈ കംപ്ലൈന്റ് പറഞ്ഞവനിട്ട് ഒരൊറ്റ അടി കൊടുത്തു. He looked through the window inside the church and slapped the complaint. ആരോടാ പറഞ്ഞ ഉറങ്ങാൻ പറ്റത്തില്ലെന്ന്? ഇത്രയും ബഹളത്തിന്റെ ഇടയിൽ താണ്ട് 6 ഇരുന്ന് ഉറങ്ങുന്നത്. Who said that you're not able to sleep in the midst of all this? There are 6 നമുക്ക് people ബഹളം sleeping in ഉണ്ടായാലും the church. ശബ്ദം വന്നാലും എന്തുവാണെങ്കിലും നമുക്ക് ഉറങ്ങണം, അത്രേ ഉള്ളൂ കാര്യം. No matter what happens, we want to sleep. അതാ നമ്മുടെ കാര്യം. നമ്മള് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ പുതിയ കൂട്ടത്തിനകത്തൊന്നുമേ ഇല്ല. വിടുതൽ 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 വിടുതൽ. That is why in all these new gen churches there is nothing called learning. They are all behind deliverance. ശുശ്രൂഷയുണ്ടോ ചോദിച്ചാ, നീ പഠിച്ച മനസ്സിലാക്കിയ നീ തന്നെ വിടുവിക്കപ്പെടും. You all are, everyone is behind deliverance meeting. But when you have the right, വിടുവിക്കേണ്ട, നീ അങ്ങ് മനസ്സിലാക്കിയ നീ വിടുവിക്കപ്പെട്ടവനെ പോലെ. When you have the right understanding, you will be delivered. പണ്ട് കൊടയും കൊണ്ട് പോയവരുടെ പിടിയുള്ള കൊടയായിരുന്നു. കാറ്റടിച്ചപ്പം കൊട അങ്ങ് പോയി. അവൻ പറയാ, കൊട പോയാൽ എന്നാ പിടിയുണ്ടല്ലോ. Somebody went with an umbrella and the umbrella flew away with the handle in his hands, and he said, what is the big deal? At least I have the handle in my hands. അതെല്ലാം എഴുതിയെടുക്കുക, പിടിയുണ്ടല്ലോ. അപ്പൊ പിടി അത് നല്ല എവിടെയും ഉപയോഗിക്കാം. എനിക്കറിയാം, എന്റെ ഒത്തിരി ഇടത്ത് കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പിടിയുണ്ട്. ഇതിനകത്ത് ഇരിക്കുമ്പം പിടിയേലും നിന്റെ കയ്യിലിരിക്കും. അടുത്ത ആൾക്ക് കൈ എടുത്ത് വെച്ച് പറയാം, പിടിയെങ്കിലും നിന്റെ കയ്യിൽ ഇരിക്കണം. ഒന്നും കിട്ടിയില്ലേ, പണ്ടക്കത്തെ ഒന്നും ഇല്ലെങ്കിലും കുറഞ്ഞോറ്റം പിടിയേലും മോളെ. At least let the handle be in your hands. ഹല്ലേലൂയ. പഠനത്തിന് വേണ്ടിയാ നമ്മുടെ ഹൃദയത്തെ ഒരുക്കണം, പഠിക്കണം. Prepare your heart to learn. എങ്കിലേ ഈ വാക്കുകളൊക്കെ നമുക്ക് ഗുണകരമായി വരത്തുള്ളൂ. Only then these words will be beneficial. അതുപോലെ ഒരു വാക്കാണ് റിഡംഷൻ എന്ന് പറയുന്ന വാക്ക്, വീണ്ടെടുപ്പ്. എന്താണ് ഈ വീണ്ടെടുപ്പ്? What is redemption? എന്താണ് ഉദ്ദേശിക്കുന്നത്? What is the meaning? എന്തിൽ നിന്നാണ് നമ്മളെ വീണ്ടെടുത്തത്? From where are we redeemed? ഇത് മനസ്സിലാക്കണം. You need to understand. നമ്മുടെ ആരാധനകളിൽ നമ്മൾ ആരാധിക്കാനൊക്കെ ചർച്ചിലൊക്കെ വരുന്നത് എന്തോ ആകാൻ വേണ്ടിയാ. We come to church to worship, to become something. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഇന്ന് ഞാൻ ഏതാണ്ട് അങ്ങ് ആകുമെന്ന് വിചാരിച്ചാ നമ്മൾ വരുന്നത്. You come to church thinking you're going to become something. That is not worship. നിന്നെ ആക്കിയതിനാ നീ ആരാധിക്കേണ്ടത്. You worship him because he's already made you something. ആയി തീർന്നല്ലോ എന്നോർത്ത് ആരാധിക്കേണ്ടത്. You've already become something, and that's why you worship him. നമുക്കൊന്നും ആകാൻ ഒക്കത്തില്ല. Because we cannot become അവൻ something. ഓൾറെഡി എന്നെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങനെ ആകുന്നത്. Because he's already made me that ഇതാണ് way. കള്ളം എന്ന് പറയുന്നത്. കള്ളം എന്ന് പറയുന്ന കാര്യമാണ്. നിന്നെ ആക്കാം എന്ന് പറഞ്ഞാൽ കള്ളമാണ്. It is a lie if somebody says I will make you something. അത് ഏദൻ തോട്ടത്തിലുണ്ട്, കർത്താവിന്റെ തോട്ടത്തിലുണ്ട്. That is there in the Garden of Eden and even in the Garden of the Lord. ഏദൻ തോട്ടത്തിൽ ഇത് തന്നെ പറഞ്ഞത്, നീ പഴം തിന്നു കഴിഞ്ഞാൽ നീ അങ്ങനെ ആകുമെന്നല്ലേ പറഞ്ഞത്. അത് തന്നെ ഇന്ന് പറഞ്ഞു, നീ ആരാധിച്ചാൽ അതുപോലെ ആകും. നീ ആരാധിച്ചാൽ അങ്ങനെ ആകത്തില്ല, നീ അങ്ങനെ ആയതുകൊണ്ട് ആരാധിക്കേണ്ടത്. You won't become that way if you worship, but you're already that way and hence you worship. ബോധം വരണം, ബോധം. The right understanding and conviction you need. ബോധ്യപ്പെടണം. എന്റെ മനസ്സ്, എന്റെ ചിന്തകളിൽ അത് വന്നിറങ്ങണം. It has to get deep into my thoughts. വചന കേൾവിയിൽ കൂടി അല്ലാതെ ഈ ബോധ്യപ്പെടൽ ഉണ്ടാകത്തില്ല. മോനെ ഇനി പുറത്തിറങ്ങി പോരാ, ലോക്ക് ചെയ്ത് വെച്ച് ഒരാരും വരികയും വേണ്ട, ഇങ്ങോട്ട് കയറുകയും വേണ്ട, ആരും ഇനി പോവുകയും വേണ്ട. വരുവാന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പൊ വചന കേൾവിയിൽ കൂടിയാണ് ഈ ബോധ്യം വരേണ്ടത്. This understanding should come through the right hearing of the വചന word. കേൾവി ഉപേക്ഷിക്കരുത്. Do not forsake the hearing of the word. ഞാൻ ഇങ്ങനെ തന്നെ പറയും, ഞാൻ ഇച്ചിരി അഹങ്കാരത്തോടെ പറയും, ഇതിനകത്ത് ഇരിക്കുന്നവരെല്ലാം കർത്താവിന്റെ വചന കേൾവി പഠനത്തിനകത്ത് വളരെ ഗുണമുള്ളവരാണ്. നിങ്ങൾക്ക് അതിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്, അത് അങ്ങ് ഏറ്റെടുത്താൽ മതി. I say with great pride that all the people seated here are very good at the word of God. അതിനെ ഈ മീറ്റിങ്ങുകളൊക്കെ വെക്കുന്നത്, മീറ്റിംഗിൽ വന്നില്ലെങ്കിൽ ഇരുട്ടിൽ തപ്പുന്നവരെ പോലിരിക്കും. That is why we have all these meetings, otherwise you will be groping in darkness. എന്തോ തപ്പുന്നത്? സൂചി പോയെന്ന്, ഇരുട്ടത്ത് കിടന്ന് തപ്പുക. What are you searching? I lost my needle, and you're searching in the darkness. ചിലരങ്ങനെ കടന്നങ്ങ് തപ്പോടെ തപ്പ. എന്താ ചോദിച്ചത്? സൂചി. They are searching for a needle. അതെ, അത് കിട്ടാൻ വേണ്ടി ഉള്ള ഇനി ഒരു തപ്പലല്ല വേണ്ടിയത്. എല്ലാം കിട്ടിയത് കൊണ്ട് ഇനി തപ്പി ഞാൻ അത് മനസ്സിലാക്കിയ. You are not searching to receive something, you already receive, and so ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ്, യേശു കഴുതക്കുട്ടിമേൽ യെരൂശലേമിലേക്ക് വരുന്നു. Jesus rode on a colt, came to Jerusalem. എന്തിനാണ് ആ വരവിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ?
two things happen in that coming. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില് യേശുവിന്റെ വരവിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. Matthew 21:8 mentions that അവൻ കഴുതക്കുട്ടി മേലാണ് കയറി വരുന്നത്, കഴുതക്കുട്ടിയുടെ മേലാണ് he വരുന്നത്. was riding on a colt. ആമേൻ. ഒന്ന് കഴുതപ്പുറത്താണ് അവൻ വരുന്നത്. The first thing is he is riding on it. രണ്ടാമത്തെ കാര്യം ഈ വാക്യത്തിൽ കണ്ടില്ല, ആൾക്കാരെന്തോ ചെയ്തു, മരക്കൊമ്പുകൾ വെട്ടി എതിരേൽക്കുന്നു. And the people receive him with branches laid on the street. നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് കഴുതക്കുട്ടിമേൽ വരുന്നു, മറ്റ് മരക്കൊമ്പുകൾ മുറിച്ച് അവർ ഇവനെ എതിരേൽക്കുന്നു. The first thing is he is riding on a colt and people who are is receiving with sitting branches on on the the colt? colt. ആരാണ് ഈ കഴുതക്കുട്ടിമേൽ ഇരിക്കുന്നത്? And who is seated on നിങ്ങൾ the നോക്കിയ colt? മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച്, ഒരു മനുഷ്യൻ, ഒരു കഴുതക്കുട്ടി, മരക്കൊമ്പുകൾ. And there are three things here. There is a man, there is a colt, and there are branches. These are the representation of something. എന്തിന്റെയൊക്കെയോ പ്രതിനിധികളായിട്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ And വരുന്നത്. these three things represent something. അപ്പൊ ഈ കഴുത എന്ന് പറയുന്നത് ജന്തുലോകത്തിന്റെ മുഴുവനും പ്രതിനിധിയായിട്ടാണ് കഴുത വരുന്നത്. The donkey is representation of the animal kingdom. സസ്യലോകത്തിന്റെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് ഈ മരക്കൊമ്പുകൾ വരുന്നത്. These branches are representation of the plant kingdom. എന്നാൽ മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയായിട്ടാണ് യേശു കർത്താവ് അതിന്റെ മേലിരിക്കുന്നത്. And Jesus is seated on it as a representative of the നിങ്ങൾ mankind. ശ്രദ്ധിച്ചു നോക്കിയാൽ വേദപുസ്തകം വായനയിൽ മൊത്തമായിരിക്കുന്ന വായനയിൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, വാസ്തവത്തിൽ അവിടെ കുഞ്ഞുങ്ങൾ വന്നത് കല്ലുമായിട്ടാണ്. If you read the Bible, you will understand the children came with stones in their രാഷ്ട്രീയ hands. പാർട്ടികളും ഇങ്ങനെയുള്ള തീവ്രവാദ സംഘടനകളെ പിള്ളേരെ ഉപയോഗിക്കുന്നത് മുമ്പോട്ട് പോയി എറിയടാ, അടിയടാ. ഇപ്പൊ കണ്ടില്ലേ ഓരോ പാർട്ടികളൊക്കെ ശ്രദ്ധിച്ചാൽ യുവജന സംഘടനകൾ സ്കൂളിൽ നിന്ന് അങ്ങ് തുടങ്ങും അല്ലേ? അങ്ങനെയൊക്കെ നമ്മുടെ ഷിൻഡോ ഒക്കെ അങ്ങനെ ആ യുവജന സംഘടനയിൽ കൂടിയാ വളർന്നു വന്ന് ഇപ്പം ചെഗുവരെ പോലിരിക്കുന്നത്. We know that most of the political parties exploit children for their own benefits. ഞങ്ങളോട്ടാന്ന് പറയും, ഇങ്ങനെ പുറകിലേ അവർ നിൽക്കത്തുള്ളൂ, മുമ്പിലോട്ട് ഈ പിള്ളേരെ തള്ളിവിടും. And they push the children towards their own agenda. അതുകൊണ്ടാണ് ഈ പരീശന്മാർ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കല്ല് കൊടുത്താ വിട്ടത്, ഇവൻ വരുമ്പോ കല്ലെറിഞ്ഞോണം. Actually, the Pharisees sent these children with stones in their hands. പക്ഷെ രാജാവല്ലേ വരുന്നത്, രാജാവ് വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കയ്യിലിരുന്ന കല്ലുകൾ താഴെ വീണു. But the stones that were in their hands fell down when they saw the king coming. അവരാണ് ഈ കമ്പുകൾ മുറിച്ചിടാൻ തുടങ്ങിയത്. സൈഡിലൊക്കെ നിൽക്കുന്ന വഴിവക്കിലൊക്കെ നിൽക്കുന്ന കമ്പുകൾ ഒടിച്ചിട്ടു. And they are the ones who took the branches from the trees and laid it on the road. വേദപുസ്തകം തന്നെ പറയുന്നില്ലേ, നിങ്ങൾ ആർത്തില്ലെങ്കിൽ ആരാർക്കും? കല്ലുകൾ താഴോട്ട് വീണപ്പോൾ ഉണ്ടായ ശബ്ദങ്ങൾ കേട്ടില്ലേ? ഇവന്റെ വരവിൽ കല്ലുകൾ ആർക്കാൻ തുടങ്ങി. And at his coming, the stones began to praise. And why he is coming on a colt? എന്തിനാണ് ഈ കഴുതക്കുട്ടിയുടെ മേൽ അവൻ വരുന്നത്? എന്തിനാണ് ഈ കഴുതപ്പുറത്ത് അവൻ വരുന്നത്? Why is he coming on a donkey or the colt? കഴുതപ്പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമാധാനത്തിന്റെ ചിഹ്നമാണിത്. It is a sign of peace. കൊമ്പുകൾ എന്തിനാണ് വെട്ടിയിട്ട്? Why are the branches there? സങ്കീർത്തനം 19-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ 1-2 വാക്യങ്ങളിലൊക്കെ ഈ എല്ലാത്തിനും തമ്മിൽ സംസാരിക്കാൻ കഴിയും. If you read Psalms, we know that everything can communicate with each other. 19:1 പറയുന്നത് ആകാശവും ഭൂമിയും ഒക്കെ തമ്മിൽ സംസാരിക്കും, രാത്രിയും പകലും ഒക്കെ തമ്മിൽ സംസാരിക്കും. Earth and heavens talk to each രണ്ടാമത്തെ other. വാക്യത്തിൽ കണ്ടില്ലേ, പകലിന് വാക്ക് കൊടുക്കുന്നു. It gives words to the morning. രാത്രിക്ക് ഇത് തമ്മിൽ സംസാരിക്കാൻ കഴിയും. Morning and evening can talk to each other. ഒരു പകലിന് മറ്റൊരു പകലിനോട് സംസാരിക്കാൻ കഴിയും. One morning can talk to another morning. ഈ ദിവസങ്ങളെല്ലാം കഴിഞ്ഞു പോകുകയല്ല, ഇന്ന് കഴിഞ്ഞു പോയ ദിവസങ്ങളെല്ലാം എന്തൊക്കെയോ കൈമാറി അവർ കാര്യം ഇതെല്ലാം നിലനിൽക്കുന്നത് ജീവനിലാണ്. Everything is sustained in life and they are handing over something to the other. എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണെന്ന് അർത്ഥം. Everything is connected with each other. പക്ഷെ അവർക്ക് അതിന് ബുദ്ധിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. Only thing is they don't have the intellect to understand. നമുക്ക് തലച്ചോറ് തന്നിട്ടുണ്ട്, അവർക്കെല്ലാം ഉള്ളത് ഫീലിംഗ് ആണുള്ളത്. ഫീലിംഗ്. We all have an intellect, but they all have feelings. ജീവജാലങ്ങളെല്ലാം ശ്രദ്ധിക്കുക, അതിന് വികാരങ്ങളുണ്ട്. Even the living beings, they all have emotions. അത് കരയും. ഒരു ചെടി നിങ്ങൾ നട്ടു കഴിഞ്ഞാൽ അത് കരയത്തില്ലേ? If you plant, it will cry. എന്തിനാണ് കരയുന്നത്? Why? വെള്ളത്തിന് വേണ്ടി. It cries for water. അതുകൊണ്ട് ഈ കാലാവസ്ഥയിലൊക്കെ മാറ്റങ്ങൾ വരുന്നത് വെള്ളത്തിന് വേണ്ടി. അവർ കരയുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങും. When they cry for water, it begins to rain. ചെടിയും നമ്മളുമായിട്ട്, സസ്യങ്ങളും നമ്മളുമായിട്ട് ഭയങ്കര ബന്ധമാണ്. So plants and us, we have a great relationship. നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതന്നെ ഈ സസ്യങ്ങളുള്ളതുകൊണ്ട്. Because of plants, our life is sustained. അവര് നമ്മൾ അങ്ങോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുമ്പോൾ അവരിങ്ങോട്ട് ഓക്സിജൻ തരുന്നു.
When you give them carbon dioxide, they give oxygen in return. നിങ്ങൾ ഓർത്തു നോക്കിയ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആ വൈദഗ്ധ്യം, എക്സ്പെർട്ടൈസേഷൻ ഓഫ് ഹിസ് ക്രിയേഷൻ. അവൻ എന്തോരം ചിന്തിച്ചിട്ടായിരിക്കും ഓരോന്നിനെ അവൻ സൃഷ്ടിച്ചത്. How much God would have thought of to create നിങ്ങൾ this. ശ്രദ്ധിച്ചു നോക്കിയേ, അവൻ സസ്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവൻ ഇല്ലാതെ പോയിന്. If plants were not there, we wouldn't have existed. ഇതാണ് ഇന്റർ കണക്റ്റഡ് ആണ് ദൈവത്തിന്റെ സൃഷ്ടിയിൽ നമ്മൾ കാണുന്നത്. The creation is interconnected. എല്ലായിടത്തും ജീവനുണ്ട്. Everywhere there is life. ഇപ്പൊ പണ്ട് കാലത്ത് നമ്മൾ നോക്കിയേ, പഴയ കാലത്തൊക്കെ അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ ഭാഷയിലൊക്കെ, വേദപുസ്തകത്തിന്റെ ഭാഷ വെച്ച പലരും സംസാരിക്കുന്നത് അതുകൊണ്ടൊക്കെ മനസ്സിലാകാതെ പോകുന്ന, ഭൂമി പരന്നതാണെന്ന വേദപുസ്തകം വായിച്ചാൽ മനസ്സിലാകുന്നത്. കാര്യം അന്ന് അവർക്ക് അതെങ്ങനെ മനസ്സിലാകത്തുള്ളൂ. Earlier people believed that earth was flat. എന്നാൽ അത് മാറി. സയൻസിന്റെ വളർച്ച കൊണ്ട് ഭൂമി പരന്നതല്ല, ഉരുണ്ടതാണെന്ന് മനസ്സിലായി. And because of the growth in science, we later understood that earth is round. അതുകൊണ്ട് സയൻസ് തെറ്റാണെന്നല്ല മനസ്സിലാക്കേണ്ടത്, സയൻസിന്റെ വളർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. It's not that science is wrong. Because of science, we've discovered many things. പഴയ മനുഷ്യർക്ക് വല്ലതും ഈ ഇത്രയും പ്ലാനറ്റുകൾ, ഇത്രയും ഗ്രഹങ്ങൾ ഉണ്ടെന്ന് വല്ലതും അവർക്കറിയാമോ? People never knew there were so many stars and planets. അതുകൊണ്ടൊക്കെ ഈ ഹൈന്ദവ പുരാണത്തിലും മറ്റ് ഗ്രീക്ക് പുരാണത്തിലും ഒക്കെ ഇങ്ങനെയുള്ള സൂര്യനെയൊക്കെ വലിയ ഭഗവാനായിട്ട് അവർ കണ്ടതിന്റെ കാര്യം, ഇത് വലിയ ഇത്രയും ചൂട് തരുന്നു, ഇത് ആരാണ്ട് വലിയൊരു ദേവനാണെന്ന് അവർ വിചാരിച്ചത്. That is why in the olden times in Hindu beliefs they considered sun as something great, because they thought that was something really great and considered sun as മലയൊക്കെ നോക്കിയിട്ട് ഇവര് പറയും ദൈവമാന്ന് പറയും. മല ദൈവം. Some people consider mountains as God because it's so high. പക്ഷെ നമ്മൾ ഓർത്ത് വയ്ക്കണമേ, സയൻസിന്റെ വളർച്ചയിൽ ഒരുപാട് അബദ്ധങ്ങൾ, സൂപ്പർസ്റ്റിഷ്യസ്, അന്ധവിശ്വാസങ്ങൾക്ക് മാറ്റമുണ്ടായി. But because of science, many of the superstitions were gone away. പക്ഷെ ഇന്നും സയൻസിന് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്, ആരാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്? But even science did not understand who is the creator. മനസ്സിലാകാത്ത കാര്യമാണ് നമ്മുടെ കുഞ്ഞു ബുദ്ധിക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇട്ടുതരുന്നത്. What we don't understand, God teaches us. ആമേൻ. ഈ നാസ എന്ന് നിങ്ങൾ കേട്ടില്ല, അമേരിക്കയിലെ ശാസ്ത്ര കാര്യത്തിനകത്ത് ഏറ്റവും എയറോസ്പേസ് കാര്യത്തിനകത്തൊക്കെ നിൽക്കുന്നതാണ് നാസ എന്ന് പറഞ്ഞ സംഘടന. We all know about the organization NASA in America. അവര് ഈയിടെ അവരുടെ ഒരു പഠനത്തിനകത്ത് ആമസോൺ ഫോറസ്റ്റിനെ കുറിച്ചുള്ള അവരുടെ ഒരു പഠനം. ആമസോൺ നിങ്ങൾക്ക് അറിയാല്ലേ, സാധനം വാങ്ങിക്കുന്ന സ്ഥലമല്ലേ ആമസോൺ? അതല്ല, ആമസോൺ വനാന്തരങ്ങൾ. They recently had a study about Amazon forest. ഈ ആമസോൺ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉണ്ടെന്നാ പറയുന്നത്. Our Pathanamthitta district is believed to have the maximum amount of forest. ഒരുപാട് ഗവി ഇങ്ങനെയൊക്കെ ഒത്തിരി കാടുള്ള സ്ഥലമാണ് പത്തനംതിട്ട ഡിസ്ട്രിക്ട്. Pathanamthitta has a maximum amount of forest. 550 ഇരട്ടി വലുപ്പമാണ് പത്തനംതിട്ട ജില്ലയെക്കാളും ആമസോൺ ഫോറസ്റ്റ്. Amazon forest is 550 times more than. ഈ ആമസോൺ ഫോറസ്റ്റിനകത്തുള്ള മരങ്ങൾക്ക്, അതിനകത്തെ ഈ സസ്യങ്ങളൊക്കെ എങ്ങനെയാണ്, ആരാണ് ഇതിനൊക്കെ വളം കൊടുക്കുന്നത്? Who gives manure to the trees in this forest? അവരുടെ പഠനത്തിൽ അവർ കണ്ടെത്തിയ ഒരു കാര്യമാണ്, ആഫ്രിക്ക എവിടെ കിടക്കുന്നു, ആമസോൺ എവിടെ ഇരിക്കുന്നു? Where is Africa? Where is Amazon? ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ കാറ്റടിക്കുമ്പോൾ ആ കാറ്റ് അതിനകത്തുള്ള ആ മണലിനകത്തുള്ള ധാതുക്കളെ, മിനറൽസിനെ കാറ്റ് വഹിച്ചോണ്ട് പോയി ഇത്രയും വലിയ ആമസോൺ ഫോറസ്റ്റിനകത്ത് ഇവൻച്വലി എവിടേക്ക് ക്രമമായിട്ട് അതിനെ വിതറും. The big wind raises up the dust and minerals from the African forest and deposits very systematically in the Amazon forest in America. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റൂ, ഒരു സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റൂ, ആർക്കും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ദൈവം ചെയ്യും. What a man cannot do, what an organization cannot do, God does it. ഇത് വാസ്തവമാണ്. എനിക്ക് എന്റെ അനുഭവത്തിൽ കാര്യം, ഞാൻ ഡൽഹി താമസിക്കുമ്പോൾ രാജസ്ഥാനിലെ ഡെസേർട്ടിനകത്ത് കാറ്റുകൊണ്ട് അവിടുത്തെ മണല് പൊങ്ങി ഈ ഡൽഹിയുടെ മുകളിൽ വന്നു നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഇരുളും, സൂര്യനും എല്ലാം ലൈറ്റ് എല്ലാം പോകും, ഇരുളും അങ്ങ്. I have experiences in my Delhi days when the desert storm from Rajasthan deserts comes to Delhi and clouds the entire area. ഈ മലയാളിക്ക് പിന്നെ ഏത് വാക്ക് കണ്ടാലും അവൻ എന്തെങ്കിലും ആക്കി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. ആദ്യം ചെന്നപ്പോ എന്നോട് പറഞ്ഞു ഡസ്റ്റമാന്ന് പറഞ്ഞു. ഡസ്റ്റം. ഞാൻ ചോദിച്ചു എന്താണ് ഡസ്റ്റം? ഡസ്റ്റർ നമ്മൾ കേട്ടിട്ടുണ്ട്. ഡസ്റ്റ് സ്റ്റോം എന്നായി പറയുന്നത്. നമ്മൾ യാരഹ് വാരഹ് തേരഹ് ചൗദഹ് പഠിച്ചു പോയവരല്ലേ. അവിടെ ചെന്ന് ഗ്യാരഹ് എന്ന് പറയുമ്പോ അവൻ നമ്മളെ നോക്കും ഇങ്ങനെ, ഗ്യാരഹ് ഗ്യാര വാര തേരാന്ന് പറയേണ്ടി വരും. നമ്മൾ പറഞ്ഞു, നമ്മൾ പഠിച്ചാൽ അങ്ങനെ
അപ്പൊ ഇവിടെ എന്താ പറയുക, ഡസ്റ്റമാണ്. അപ്പൊ ഞാൻ എന്തോടെ ഈ ഡസ്റ്റം, പിന്നെ മനസ്സിലായത് ഡസ്റ്റ് സ്റ്റോം ആണിത്. ഡസ്റ്റ് സ്റ്റോം രാജസ്ഥാനിൽ നിന്ന് വരുന്നതാണ്. അത് കഴിഞ്ഞ ഒരു മഴ പെയ്യും. മഴ പെയ്യുമ്പോഴത്തേക്ക് ചള്ള മഴയാ താഴോട്ടിറങ്ങുന്നത്, ചള്ള. And then after the storm, after this dust storm in the air, it rains and it'll all murky and muddy. ഈ പ്രകൃതി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യത്തെയും ബന്ധപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. So even nature is all interconnected. മനുഷ്യനുമായിട്ട് പ്രകൃതിയെ ബന്ധപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. Man and nature are connected. എല്ലാം തമ്മിൽ ബന്ധമുണ്ടെന്ന് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. So you must understand first and foremost, everything is connected. നമ്മൾ തമ്മിൽ ബന്ധമില്ലേ? We all are connected to each other. കണ്ടാ ഇതുവരെ എന്നെ നോക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവരെ ഒരു പരിചയമില്ലാത്ത പോലെ എന്നെ നോക്കുന്നത്. You all are looking at me as if I'm a stranger. നമ്മൾ തമ്മിലെല്ലാം ഭയങ്കര ബന്ധമാണ്. We all are deeply connected. എന്നാൽ എന്ത് ചെയ്യുന്നു, ചില വാക്കുകളെ നിരസിക്കുമ്പോഴാണ് വാസ്തവത്തിൽ അകൽച്ചകൾ സംഭവിക്കുന്നത്. വാക്കുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അകലാൻ തുടങ്ങും. But when you dislike certain words, distance begin to develop. അത് ആശയത്തെ മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പം. ആശയങ്ങൾ മനസ്സിലാക്കണം. That's because you don't understand the context. ആശയത്തെ ആശയം കൊണ്ടാണ് ഏറ്റുമുട്ടേണ്ടത്. You have to meet a context with a context. ഈ ആശയമില്ലാത്തവരെ പെട്ടെന്ന് പിടങ്ങുന്നത് ഞാൻ പോവാന്ന് പറയും. Those who don't understand the real meaning of the context get upset നീ very എന്തിനാ fast. പോകുന്നത്? എടാ, എന്റെ ആശയം നിനക്ക് മനസ്സിലായില്ല, നീ എന്റെ അടുക്കം വന്നിരുന്ന ആശയം കൊണ്ട് നീ സംസാരിക്ക്. If you don't understand what I mean, come and speak to me. Don't I speak leave. from Bible. ഞാൻ വേദപുസ്തകത്തിൽ നോക്കി വേദപുസ്തകം കൊണ്ട് വന്നിരുന്ന എന്നോട് സംസാരിക്ക്. If I'm speaking, ആ പാസ്റ്റർ പറഞ്ഞു, ഈ പാസ്റ്റർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞെന്ന് പറയരുത്. നീ talk to me from the word of God. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്ക്. if I'm speaking from the Bible and you have a disagreement, don't speak this and that. Come with the Bible and speak to me. ആശയങ്ങൾക്ക് മാറ്റം ഉണ്ടാകുമെന്ന് സംശയമുള്ള കാര്യം. നമ്മുടെ എല്ലാ ആശയങ്ങൾ മാറത്തില്ലേ? Your beliefs and doctrines can change. ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയ സമയത്ത് ആശയമല്ലേ ശുശ്രൂഷകനായപ്പോഴത്തെ The beliefs I had is not the belief I had when I ശുശ്രൂഷയിൽ became a നിൽക്കുന്ന ഈ minister. 18 വർഷം കൊണ്ട് എന്റെ ആശയങ്ങൾക്കൊക്കെ ഒത്തിരി മാറ്റങ്ങൾ And സംഭവിച്ചു. in the 18 years, my belief system has changed drastically. എന്നോട് പറ, നിങ്ങളിൽ ആർക്കാണ് നിങ്ങളുടെ ആശയം മാറാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? Is there anybody here whose belief system has not been changed or കാര്യം challenged? ആശയം മാറുന്നത് നമ്മുടെ വളർച്ചയെ കാണിക്കുന്ന കാര്യം. ആശയം ഇന്നലത്തെ ആശയം കൊണ്ടിരിക്കാൻ ഒക്കത്തില്ലെന്ന്. If you are staying with the same doctrine, you're not growing. ഇന്നലത്തെ ആശയം കൊണ്ടിരിക്കാം, You can ആശയം stay with the കൊണ്ടിരുന്നു. same ആശയ hope, ഭാര്യയെങ്കിൽ കളയണ്ട, ആശയം കൊണ്ടിരുന്നു. Don't lose പക്ഷെ your hope. ആശയം കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. but don't stay with the same beliefs. You must- എഡ്യൂക്കേഷൻ മേഖലയിൽ എല്ലായിടത്തും മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലേ? In every area there is a പണ്ട് transformation. കുറെ ആൾക്കാർ അവരുടേതായ അറിവിൽ ചിലത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. Earlier people might have spoken according to the level of knowledge ഇന്നത്തെ they ദിവസം had. മനസ്സിലാക്കേണ്ടി യേശു എന്തിനാണോ മരിച്ചത്? Why did Jesus die? ആ ചിന്തയാണ് നമ്മളെ ഉണർത്തേണ്ടത്. Why he died? എന്തിനാ മരിച്ചത്? This thought should awaken us. ആശയത്തിന് മാറ്റം വന്നെങ്കിൽ മാത്രമേ നമ്മളിൽ ഒരു വളർച്ച, വികസനം, ഡെവലപ്ഡ് ആകത്തുള്ളൂ. Only when we change our thinking patterns will ഞാൻ we പറഞ്ഞില്ലേ, develop. വൃക്ഷം കരയുമ്പോൾ ചൂട് കരയെന്ന് പറഞ്ഞാൽ ചൂട് തട്ടിയെന്ന. ചൂട് തട്ടുമ്പോൾ എന്തോ സംഭവിക്കുന്നു? മഴ പെയ്യും. When the tree cries out of heat, the rain comes down. എന്നാലും മറ്റൊരു മനുഷ്യൻ കരയുമ്പോൾ നമ്മളെന്തോ ചെയ്യും? But when another person cries, what do we അവൻ do? ഇച്ചിരൂടെ കരട്ടെന്ന് പറയും. പ്രകൃതിക്ക് ആ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ആ വികാരത്തിനനുസൃതമായി പ്രകൃതി ഇടപെടും. But nature will behave according to the emotions that it ഞാൻ sees. പറഞ്ഞതിന്റെ ഉദ്ദേശം ഒന്നിനും തനിയെ നിൽക്കാൻ കഴിയത്തില്ല. What I'm saying is nothing can stand alone. ഈ പറയുന്ന എനിക്കും തനിയെ നിൽക്കാൻ നിങ്ങളില്ലേ പിന്നെ എന്തു ശുശ്രൂഷ? Even I cannot stand alone without you. What ministry I have? അതാ എല്ലാവരും തമ്മിൽ കണക്റ്റഡ് ആണ്. We all are connected to each other. ഈ പട്ടത്ത സഭയുള്ള കൈസൂരി കൊടുക്കും. ഇവിടെ കൊടുക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വല്ല മോതിരം വല്ല ഊരി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ അടുക്ക വരും. കൈസൂരി എന്നപ്പോ അത് ഊരി കൊണ്ടുപോയി. In traditional churches, we give this hand of peace. കൈസൂരിക്ക് പകരം നമ്മൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കൊടുക്കുന്നു, കൂട്ടായ്മ. Instead of that, we give lunch, that is fellowship. പണ്ടും കൈ കൊടുക്കത്തില്ല, ഇന്നും കൈ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുന്നു. But if you are saying that I won't give it, I won't. ഓർമ്മപ്പെടുത്തലാണ്, കൂട്ടായ്മയെ ഓർമ്മപ്പെടുത്തുന്നതാണ് കൂടിവരവുകളെല്ലാം. It is a reminder about our fellowship. That's why we come together. ഹാശ ആഴ്ച നടക്കുന്നതിന് മുമ്പേ ആ കഴുതക്കുട്ടിമേൽ നടക്കുന്നതിന് മുമ്പേ യേശു അത്ഭുതങ്ങളാണ് ചെയ്തത് മുഴുവൻ. Before coming on that Hasha Sunday, he did ഒന്നാമത്തെ miracles. അത്ഭുതം കാനാവിലെ കല്യാണത്തിന്റെ ആ ദുരവസ്ഥയെ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് അവൻ മാറ്റി. The first miracle was turning water to wine in the wedding of അവൻ Cana. ആലയത്തിൽ ചെന്നപ്പോൾ വരണ്ട കൈയിരിക്കുന്ന ഒരു മനുഷ്യൻ, ശബത്ത് ദിവസമാണ്, ശബത്ത് ദിവസം വരണ്ട കൈയുള്ള മനുഷ്യനെ അവൻ സൗഖ്യമാക്കി. And another time he healed a man with withered hands. മറ്റൊരു പള്ളിയിൽ ചെന്നപ്പോൾ 18 വർഷമായി കൂനി വരുന്ന ഒരു സ്ത്രീ അന്ന് കണ്ടു. അവരുടെ കൂനിനെ അവനൊന്ന് നിവർത്തി.
And then he healed a woman who was bent for 18 മറ്റൊരു years. സുറൈഫയനിക്കാരത്തി സ്ത്രീയുടെ മകൾ ദീനമായി മരിക്കാൻ കിടക്കുകയാണ്. അവന്റെ അടുക്കൽ വന്ന് അവനോട് സംസാരിച്ചപ്പോൾ ഇവൻ അവളെ കുഞ്ഞിനെ സൗഖ്യമാക്കി. And another time he healed the daughter of a Syrophoenician woman. അതുപോലെ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഈ ആഴ്ചയിൽ നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. And in the similar way, another miraculous യേശു thing is പീഡ happening. അനുഭവിക്കുന്ന ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത്? Before Jesus went through the persecution, what happened? അവിടെയാണ് ഹോശന്ന പാടാൻ വന്നു നിന്ന കുഞ്ഞുങ്ങളുടെ കയ്യിൽ കല്ല് കൊടുത്തു വിട്ടേക്കുക. And there they sent stones in the hands of the children who wanted to sing കുഞ്ഞുങ്ങൾക്ക് ഒരു Hosanna. കാര്യം മനസ്സിലായി, ഈ വരുന്നവൻ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാ. അവർക്കത് മനസ്സിലായി. അവർ കല്ലുകൾ താഴെയിട്ട് പകരം മരക്കൊമ്പുകളെ മുറിച്ചിടാൻ തുടങ്ങി. But the children put the stones down, knowing that this man has authority over nature. നമ്മള് പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ തന്നെ മുല കുടിക്കുന്നവരുടെയും ആമേൻ ശിശുക്കളുടെയും വായിൽ അവൻ ബലത്തെ നിയമിച്ചിരിക്കുന്നു എന്ന ബൈബിളിലെ വാക്ക് വേദവചനം വാസ്തവത്തിൽ സത്യമായി തീരുകയാണ്. And the verse in the Bible that says he's ordained praise or strength in the mouths of babes. മലയാളത്തിൽ ബലത്തെ എഴുതിയിരിക്കുന്നത് അത് വാസ്തവത്തിൽ ബലത്തെ നല്ല സ്തുതിയെ നിയമിച്ച അവരുടെ കുഞ്ഞുങ്ങളുടെ വായിൽ സ്തുതിയെ അവൻ വെച്ചു കൊടുത്തുന്ന. The real meaning is he's ordained praise in the mouths of babes and sucking children. ആ കല്ലുകൾ താഴെയിട്ട് അവനെ വരവേൽക്കുവാൻ ഈ കുഞ്ഞുങ്ങൾ പോയി. And these children laid the stones down and അവരാ പറഞ്ഞ ബറൂഖ് ബശേം അഡോനായി. And he is the one who said Baruch haba Hashem Adonai. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. Blessed is the one who comes in the name of the Lord. സസ്യങ്ങൾക്കും സംസാരിക്കുവാൻ ശേഷിയുണ്ട്. Even plants can speak. അത് മുറിച്ചിട്ട് കൊമ്പുകൾ ഇവരെ വരവേൽക്കുന്നത് കണ്ടില്ലേ? See how the branches are welcoming him. സൈറ്റിൻ കൊമ്പുകൾ, ആ കൊമ്പുകൾ കിടക്കുമ്പോൾ വരുന്നവൻ ആരാണെന്ന് കൊമ്പുകൾക്ക് മനസ്സിലാകും. And we read about the branches that are welcoming him. എന്തിനാണ് അവൻ കഴുതപ്പുറത്ത് വന്നത്? Why did he come on a colt? ഹല്ലേലൂയ. എന്തിനാണ് അവൻ ഒരു കഴുതക്കുട്ടിമേൽ വന്നത്? Why did he choose a donkey? രാജാവായിരിക്കുന്നവൻ കഴുതപ്പുറത്ത് വരുമോ? രാജാവായിരിക്കുന്നവൻ വരുമോ? Can a king come on a donkey? പലർക്കും എമ്മാവുസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാര് അവരും വിചാരിച്ചത് ഇവൻ രാജാവായി കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ വരുമെന്നാ വിചാരിച്ച. പക്ഷേ അവൻ കഴുതപ്പുറത്താ വരുന്നത്. Even the two disciples on the way to the road of Emmaus thought that the king would come on a mighty അവരുടെ horse. സംസാരം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവരുടെ സംസാരത്തിൽ മനസ്സിലാവും പോയി ഞങ്ങളും പോവാന്ന് പറയാം. But in the conversation we understand they were in despair, they felt hopeless. അത് യേശുവും കുരിശിൽ കിടന്ന് പറഞ്ഞു ഇറ്റ് ഈസ് ഫിനിഷ്. അവരും വിചാരിച്ചെല്ലാം തീർന്നെന്ന് വിചാരിച്ചു. But because even Jesus said it is finished on the cross, they thought everything is over. നമ്മുടെയൊക്കെ ഓരോരുത്തർ ഇരിപ്പ് കണ്ടാലും എല്ലാം തീർന്ന പോലെ ഇരിക്കുന്നു. Some of you are sitting here as if everything is over. പോയേക്കാം, എന്താ ഏതായാലും എല്ലാം തീർന്നിരിക്കുക, എന്നാ അവിടെ പോയിരിക്കുക, എല്ലാം കാറ്റ് പോയിരിക്കുക, എല്ലാം തീർന്നു. നീ അങ്ങനെ രാവിലെ ചിന്തിച്ചായിരുന്നു? അല്ല, ചിരിച്ചുകൊണ്ട് ചോദിച്ച അല്ല, ഇറ്റ് ഈസ് ഫിനിഷ്. പാസ്റ്ററും കൂടെ പറയത്തില്ല ഇറ്റ് ഈസ് ഫിനിഷ്. ചിലരന്ന് ഫിനിഷ്ഡ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ ചിലർ കയറി വരുന്ന അവസാനം. Some people come to the church thinking that everything is finished. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ കയറിയിരിക്കുന്നത്. എങ്ങനെ താമസിച്ച് വരാമെന്നുള്ള ക്ലാസ്സിൽ പോയിട്ടൊക്കെ അവർ വരുന്നത്. എങ്ങനെ ഹൗ ഐ ക്യാൻ ബി ലേറ്റ്. Some people go to a class about how I can be late and then come. എന്തിനാണ് അവൻ കഴുതപ്പുറത്ത് വന്നത്? Why did he come on a colt? നിങ്ങൾ ശ്രദ്ധിക്കണം, പുരാതന കാലം മുതൽ ഈ കഴുത എന്ന് പറയുന്നത് ഒരു സമാധാനത്തിന്റെ അടയാളമാണ്. Colt was a sign of peace. The peace treaty ഉപയോഗിക്കുന്നത് കഴുതയായിരുന്നു. They used donkey as a symbol. രാജാവ് കുതിരപ്പുറത്ത് വന്നാൽ അതിന്റെ അർത്ഥം യുദ്ധം വരാൻ പോകുന്നതാണ്. If the king comes on a horse, it means war is at hand. ശ്രദ്ധിക്കുന്നുണ്ടോ? രാജാവ് കഴുതപ്പുറത്ത് വന്നാൽ അതിന്റെ അർത്ഥം സമാധാനം ഉണ്ടാകി എന്നാണ്. King on a colt means he comes with peace. ഒന്ന് രാജാക്കന്മാർ 1-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിനകത്ത് ശലോമോനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി രാജാവ് ആമേൻ ദാവീദ് സംസാരിക്കുന്ന സംസാരത്തെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. We see how David speaks the anointing of Saul. അതെടുത്ത് ഓണാക്കി ഒന്ന് വായിക്കൂ. രാജാവ് അവരോട് കൽപ്പിച്ചതെന്നാൽ നിങ്ങളുടെ യജമാനന്റെ ഭൃത്യന്മാരെ കൂട്ടിക്കൊണ്ട് എന്റെ മകനായ ശലോമോനെ എന്റെ കോവർ കഴുതപ്പുറത്ത് കയറ്റി താഴെ ശിയോനിലേക്ക് കൊണ്ടുപോകുവീൻ. രാജാവിനെ എങ്ങനെ കൊണ്ടുവന്നു? അടുത്ത വാക്കിൽ എഴുതിയിരിക്കുന്ന അവനെ രാജാവാക്കാൻ വേണ്ടി പോകുക. 34-ാം വാക്യം. 33-ാമത്തെ വാക്യത്തിനകത്ത് പ്രിപ്പറേഷൻ ആണ്. എങ്ങനെ പ്രിപ്പറേഷൻ? എങ്ങനെ? എന്ത് കഴുതിയ? നമ്മൾ ചിലപ്പോഴും വിളിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. കഴുതയാന്നെ പോട്ടെന്ന് പറയും, ഇത് കോവർ കഴുതയാന്ന് പറയും. We see that Solomon is taken on a donkey to be 34-ാം anointed as വാക്യം king. മക്കളെ, 34-ാം വാക്യം. പോകുവീൻ, അവിടെ വെച്ച്
സാദോക് പുരോഹിതനും നാഥാൻ പ്രവാചകനും അവനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യുന്നവന് എങ്ങനെയാ വരുന്നത്? To be anointed as king, how does Solomon come? Riding on a donkey. സക്രിയാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. Zechariah 9:9. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക. യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. ആരെ കുറിച്ചാണ് ഇത് പറയുന്ന പ്രവചനം? മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് വാസ്തവത്തിൽ ഫുൾഫിൽഡ് ആണ്. What is prophesied in Zechariah 9:9 about a king coming on a donkey? ആ പറഞ്ഞ കാര്യങ്ങൾ സിയോൻ പുത്രിയോട് ഇതാ മത്തായിയുടെ സുവിശേഷത്തിലെ കണ്ടില്ലേ, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ. എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവർത്തി വരുവാൻ ഇതാ ഇത് സംഭവിക്കുന്നു. ഇതാ താണ്ട് വരുന്നു യേശു കഴുതക്കുട്ടിയുടെ മേൽ. See how Jesus is coming on a donkey. ഈ ആഴ്ചയിൽ എന്താണ് ആഘോഷിക്കുന്നത്? What are we celebrating this week? ഇന്ന് അങ്ങോട്ട് ആഘോഷം. ഇനി പറഞ്ഞു ഗുഡ് ഫ്രൈഡേ എന്ന് പറയില്ല, ദുഃഖ വെള്ളിയാഴ്ച, നല്ല വെള്ളി എന്നൊക്കെ പറയും. പിന്നെ ശനിയായി ഞായറാഴ്ച ആകുമ്പോൾ കുപ്പി പൊട്ടിക്കുന്നു, അടിക്കുന്നു, പെരുത്തിരിക്കുന്നു. ഇതാണ് ക്രിസ്ത്യൻ ഈസ്റ്റർ. ചില അമ്മച്ചിമാർ ഈസ്റ്റർ അങ്ങിടുന്നു. What is Easter? Is it just a celebration? സെലിബ്രേഷൻ എന്താ? What is a real ആഘോഷം എന്താണ്? ഈസ്റ്റർ എന്ന് പറഞ്ഞ ആഘോഷം എന്താ പറയാ? What is a real celebration? മരണമെന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ മേൽ തന്റെ മരണം കൊണ്ട് ഈ ജയിച്ചവൻ എന്റെ രാജാവായി തീർന്നിരിക്കുന്നു. The one who defeated death has become my king. Hallelujah. Hallelujah. നമുക്ക് ബോധ്യം വരണം. കാര്യം ആരാണിവൻ? Who is he? He is the Prince of Peace. സമാധാനത്തിന്റെ രാജാവായവൻ. He is the Prince of Peace. Son of Peace. സമാധാനത്തിന്റെ പുത്രനാണിവൻ. He is a Prince of Peace. സമാധാനം ആചരിക്കുന്നവർ ദൈവത്തിന്റെ പുത്രൻ. മത്തായിയുടെ സുവിശേഷം ഗിരിപ്രഭാഷണത്തിൽ മത്തായി 5:5 പറയത്തില്ലേ, സമാധാനം ആചരിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരെന്നാ വിളിക്കുന്നത്. On the Sermon of Mount, Jesus says in Matthew 5:5, the peacemakers are the sons of God. നമുക്ക് പക്ഷേ ഇഷ്ടം അവൻ ഒരു പേസ് മേക്കർ വെച്ച് കൊടുക്കാൻ. We all want to fix a pacemaker. എവിടെയെങ്കിലും നമ്മൾ നോക്കിയിരിക്കും, ഒരു പ്രശ്നം കൂടെ ഉണ്ടാക്കി അവന്റെ നെഞ്ചും കൂടെ തകർത്ത് ഒരു പേസ് മേക്കറോടെ വെച്ച് കൊടുത്തേച്ച് വഴക്കുണ്ടാക്കാൻ അല്ല, സമാധാനം ഉണ്ടാക്കുന്നവനാ ദൈവത്തിന്റെ മക്കൾ. Those who make peace are the sons of God. കഴുത എന്താണ് ഈ കഴുത? What is donkey again? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് 22-ാം അധ്യായത്തിനകത്ത് ഇസഹാക്കിന്റെ യാഗവുമായി ബന്ധപ്പെട്ട് 22-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അബ്രഹാം അധികാരത്തെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ടു. ബാലിക്കാരിൽ 2 പേരെയും തന്റെ മകൻ ഇസാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് എടുത്തുകൊണ്ട്. ഇതാ ഈ വരുന്നവൻ ആരാണ്? യാഗമായി തീരേണ്ടിവനാ വരുന്നത്. എങ്ങനെ വരുന്നത്? കഴുത. വാസ്തവത്തിൽ ആ യാഗം നടക്കോ? ഇല്ല. കാര്യം യാഗത്തിൽ നിന്ന് അവനെ വിടുവിക്കുവാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുകയാണ്. The one who has to become a sacrifice, which is riding on a donkey. അവിടെ സമാധാനത്തിന്റെ ബന്ധമുണ്ടെങ്കിൽ ഇസഹാക്കിനേക്കാളും വലിയവനായി വരുന്നത്. One who is greater than Isaac is coming on a donkey. അത് തന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിനകത്ത് സമ്മാനം നൽകുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആരെങ്കിലും നമ്മളോട് എതിർത്തിരിക്കുകയാണെങ്കിൽ, പിണങ്ങിയിരിക്കുകയാണെങ്കിൽ, നമ്മളെ ഉപദ്രവിക്കുമ്പോൾ നമുക്ക് പേടിയുണ്ടെങ്കിൽ അവന് നല്ല സമ്മാനം കൊടുത്താൽ അവനൊന്നും ചെയ്യത്തില്ല. If somebody is offended with us, we can appease them with gifts. അവിടെ 32-20 വായിച്ചാട്ടെ. അതാ നിന്റെ അടിയാൻ യാക്കോബ് പിന്നാലെ വരുന്നുവെന്ന് പറവീനെന്ന് അവൻ കൽപ്പിച്ചു. എനിക്ക് മുമ്പായി പോകുന്ന സമ്മാനം കൊണ്ട് അവനെ ശാന്തമാക്കിയിട്ട് പിന്നെ ഞാൻ അവന്റെ മുഖം കണ്ടുകൊള്ളാം എന്ന് വെച്ചാൽ ലാബാന്റെ വീട്ടിൽ നിന്ന് വരുന്ന യാക്കോബിന്റെ പേടി മുഴുവൻ യേശാവാ. The Jacob who is returning from Laban's house is fearful about Esau. എന്നാ കാര്യം? യേശാവിനെ പേടിക്കാൻ കാര്യം യേശാവിനെ കളിപ്പിച്ചു, അപ്പനെ കളിപ്പിച്ചു, എന്നിട്ട് ഓടിപ്പോയവരാ.
Because he had deceived his father and his brother and had run away. അതുകൊണ്ട് തിരിച്ചു വരുന്നത് വലിയ കൂട്ടമായിട്ടാണ് വരുന്നത്, ഒത്തിരി സമ്പന്നനായിട്ടാണ് വരുന്നെങ്കിലും ഇവന്റെ അകത്ത് പേടി കിടക്കുന്ന മുഴുവനും ഏശാവിന്റെ മുമ്പിൽ വരുമ്പോൾ ഏശാൻ എന്നെ ഉപദ്രവിക്കും. Although he comes back with great riches, he is afraid of his brother. അതുകൊണ്ട് ഏശാവിന് ഇവൻ നൽകുന്നതോ ഏറ്റവും വലിയ സമ്മാനങ്ങൾ. And to appease him, he gives him gifts. ഈ സമ്മാനം നൽകുന്നതിന്റെ പുറകിലത്തെ ഉദ്ദേശം ശത്രുവിന്റെ മനസ്സിനെ തണുപ്പിക്കുക എന്നുള്ളതാണ്. The biggest intention behind giving gift is to cool down the heart of the enemy. ആ കഴുതപ്പുറത്തേക്കൊന്ന് നോക്കിക്കേ, ആ കഴുതപ്പുറത്ത് വരുന്നത് എന്താണ്? What is coming over the donkey? ദൈവം നമുക്ക് തരുന്ന സമ്മാനമാണ്. It is a gift of God. എന്തിനാണ് ദൈവം നമുക്ക് സമ്മാനം തരുന്നത്? Why is God giving us an enemy? മനുഷ്യവർഗത്തിന്റെ ദേഷ്യത്തെ ശമിപ്പിക്കുവാൻ ദൈവം കൊടുത്തയച്ച സമ്മാനമാണ് യേശു. And Jesus is the gift that come to appease our offenses. നിങ്ങൾക്ക് മനസ്സിലായി? സമാധാനം മതി ഇനി എന്ന് അടയാളമാക്കിയ കഴുതയുടെ പുറത്ത് വലിയൊരു സമ്മാനം സ്വർഗം കൊടുത്തു വിടുകയാണ്. And God is sending a great gift from heaven on top of the colt. കാരണം എന്താ? മനുഷ്യവർഗത്തിന് ദൈവത്തോട് ഭയങ്കര വെറുപ്പും വിദ്വേഷവും പിണക്കവുമായിരുന്നു. Because there was so much of enmity between mankind. നിങ്ങൾ നോക്കിയേ, ഇസ്രായേൽ മക്കളെ ശ്രദ്ധിച്ചാൽ ഇസ്രായേൽ മക്കൾ ഒരിക്കലും സമാധാനം കണ്ടിട്ടില്ല. The children of Israel never saw real peace. നമ്മൾ ഈ സമാധാനം നമുക്ക് മനസ്സിലായില്ലേ ഉണ്ടല്ലോ, സമ്മാനം കിട്ടിയാൽ സമാധാനം നമുക്ക് പിടികിട്ടിയില്ലെങ്കിൽ സമ്മാനം കിട്ടിയാലും നമുക്ക് ദേഷ്യം വരും. If we don't understand peace, even if you get gifts, you will be ഭാര്യാഭർത്തൃ upset. ബന്ധത്തിനകത്തൊക്കെ ശ്രദ്ധിച്ചില്ലേ, ഭാര്യമാര് പെട്ടെന്ന് പിണങ്ങി കഴിയുന്നവരെ ഭർത്താവ് പോയച്ച് ഒരു ചുരിദാറോ എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊടുത്തേച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ചുരിദാറിന് എന്തോ ആയിരിക്കും സംഭവിക്കുന്നത്? If the wives are offended with the husbands and suddenly husband gives a gift, what would happen to that gift? അതാ ചിലർ പറഞ്ഞു, അതാ ഞാൻ കല്യാണം കഴിക്കാത്തത്. That's why you are not married. എന്ത് സംഭവിക്കും? What happens to the gift? എന്തോ സംഭവിക്കാനുള്ള സാധ്യത എന്തുവാ? ആ ചുരിദാർ എടുത്ത് വാങ്ങിച്ചോണ്ട് വന്നവന്റെ മുഖത്തോണ്ട് പിന്നെ നിങ്ങളുടെ ഊരുദാർ. If you are offended, you might throw that gift on his face. അല്ലേ? അങ്ങനല്ലേ? എത്ര വലിയ സമ്മാനമാണെങ്കിലും നമ്മുടെ ദേഷ്യത്തിലിരിക്കുകയാണെങ്കിൽ സമ്മാനത്തെ നമ്മൾ അതിന് വില കൊടുക്കത്തില്ല. If you are angry, you won't value the gift. വലിയ ദേഷ്യമുള്ളപ്പോഴത്തെ കാര്യം ഞാൻ പറയാം. ചെറിയ ദേഷ്യപ്പണക്കൊക്കെ ആണെങ്കിൽ അത് കൊടുക്കുന്നതിന് മുമ്പേ അത് പൊതി കാണുമ്പോഴേ നമ്മൾ വാങ്ങിക്കാനുള്ള ശ്രമത്തിലാണ്. I'm talking about big offenses. If it's a small thing, you can probably. ആദ്യം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക, മനുഷ്യന് ദൈവത്തോട് ഭയങ്കര എതിർപ്പും ദേഷ്യവുമാണ് എല്ലാ കാര്യത്തിലും. From the beginning, man was upset and against God. നമ്മുടെ ഇടയിൽ തന്നെ ശ്രദ്ധിച്ച ഒരു കമ്പാരിസൺ വരുമ്പോൾ ഇല്ലാത്ത കാര്യമാണെന്ന് മറ്റേ വ്യക്തിയുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കില്ലെന്ന് കണ്ടാൽ നമുക്ക് ആരുടെ ദേഷ്യം പേര് തുറന്നേ? When we compare ourselves with somebody else and we feel we don't have, we get നമ്മുടെ angry. പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന കാര്യം എന്തായിരിക്കും? What is the main thing that we pray for? Complaints. എനിക്കതില്ല, എനിക്കത് വേണം കർത്താവേ, എനിക്ക് കാർ വേണം കർത്താവേ, എനിക്ക് വീട് വേണം കർത്താവേ. കർത്താവ് തരുമോ? Lord, I want a car, I want a കർത്താവ് തരത്തില്ല house. നമുക്ക് എന്താ തോന്നുന്നത്? പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, പുള്ളി തന്നെ ഇപ്പൊ തരാൻ പോവാന്ന്. രണ്ടുപേരോട് നമ്മൾ പറയും ചെയ്യും, ചുമ്മാ ഒന്നും കിട്ടത്തില്ലെന്ന് പറയും. You get upset with God and നമുക്ക് ദൈവത്തോട് പിണക്കാണെങ്കിൽ നമ്മൾ രണ്ടുപേരോട് പറഞ്ഞിരിക്കുകയും ദൈവം ശരിയല്ലെന്നും പറയും. if you are angry with God, we will also tell others God is not good. ഈ കാര്യം പിന്നെ നമ്മൾ ഒരു വിധത്തിലൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ച് ചർച്ചിലൊക്കെ വരുന്നോണ്ട് ഓത്രം പറഞ്ഞ ഊത്രത്തിൽ ഇരിക്കുക. Somehow we are hiding everything and coming to church. എന്താണ് ഈ വാസ്തവത്തിൽ ദൈവത്തിന് എന്തിനാണ് ഈ നല്ല സമ്മാനം തരാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്? Why God wants to give us good gifts? മനുഷ്യൻ ദൈവത്തോട് ചേർന്നിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. Because God wants us to be close to him. ഏറ്റവും സ്വർഗീയമായ തിരുമുൽക്കാഴ്ചയാണ് തരുന്നത്. That is why he gives us the best gift of heaven. യേശു ജനിച്ചപ്പോൾ അങ്ങോട്ട് തിരുമുൽക്കാഴ്ചയൊക്കെ രാജാക്കന്മാർ കൊടുത്തെങ്കിലും അതിനേക്കാളും വിലമതിപ്പുള്ള സ്വർഗത്തിന്റെ ഓമന കുമാരനായിരിക്കുന്ന ഇതാ ഈ വലിയ സമ്മാനത്തെ ദൈവം മാനവരാശിക്ക് വേണ്ടി നൽകിയാണ്. And so God gives his precious son, the best gift from heaven to us mankind. ഇത് മനസ്സിലാകാത്ത പരീശന്മാരാണ് കുഞ്ഞുങ്ങളെ കല്ല് കൊടുത്തേച്ച് വിടുകയാണ്, എറിയടാന്ന് പറഞ്ഞു വിടുകയാണ്. And the Pharisees who are blinded send stones with the children to throw at him. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിനകത്ത് യേശു ചിലത് ഇങ്ങനെ പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്ത് പറയും, യെരൂശലേമേ യെരൂശലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ നീ കല്ലെറിയുകയും ചെയ്യുന്ന കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറയിൻ കീഴിൽ മറയ്ക്കുവാൻ ആഗ്രഹിച്ചതുപോലെ എനിക്കെന്തോരം നിങ്ങളെ കുറിച്ച് ആഗ്രഹമുണ്ടായിരുന്നു. And that is why Jesus cries out, Jerusalem, Jerusalem, you who have killed
the prophets, how I wish that as a hen draws its chicks, I want to draw you to myself. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്നത് പോലെ How a hen hides its chicks under its wings. മനസ്സായിരുന്നു, അവന് ഭയങ്കര മനസ്സായിരുന്നു. നമ്മളെ എല്ലാം എത്ര വലിയ എതിരാണെങ്കിലും നമ്മളെ മറയ്ക്കാൻ അവന് മനസ്സായിരുന്നു. He had the heart to cover us. അതുകൊണ്ടാണ് അവൻ യേശു കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നത്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണം. That is why Jesus cried on the cross. മുൾക്കിരീടം വെക്കുമ്പോൾ, അവന്റെ താടിരോമം വലിച്ചു പറിക്കുമ്പോൾ, അവന്റെ കണ്ണത്തടിക്കുമ്പോൾ, കോല് കൊണ്ടടിക്കുമ്പോൾ, അവനെ എന്തെല്ലാം തരത്തിൽ ഉപദ്രവിക്കുമ്പോഴും അവൻ പറയുന്നത്, ഇവർ ചെയ്യുന്നത് എന്നതെന്ന് ഇവർക്കറിയാൻ വയ്യ, ഇവരോട് ക്ഷമിക്കണം. Even they were laying the crown of thorns on his head and hitting him hard, he said, Lord, forgive them, for they do not know what they are doing. മുൾക്കിരീടം ഒന്നും വെക്കുന്നില്ലെന്നേ ഉള്ളൂ, വേറെ ഓരോ തരത്തിലാണ് നമ്മൾ പണി കൊടുക്കുന്നത് കർത്താവിനിട്ട്. We don't keep a crown of thorns on him, but കോല് കൊണ്ട് അടിക്കുന്നില്ലെന്നേ ഉള്ളൂ. We don't beat him with a rod. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറയാണ്, വീണ്ടും കർത്താവിനെ ക്രൂശിക്കരുത്. Please don't crucify the Lord again. നല്ല ദാനങ്ങളെ ലഭിച്ചതിന് ശേഷം, അത് ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, എബ്രായർ 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, Hebrews 6:4. അതാണ് എന്റെ ഓർമ്മ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ച്, സന്ദർഭം വന്നോണ്ട് പറയാം, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോകരുത്. പോയാൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ചെയ്താൽ യേശുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരുടെ പട്ടികയിൽ പെട്ടുപോകും. Once you have been enlightened and if you have tasted the good word of God and if they fall away, it is like crucifying again the Son of നിങ്ങൾ ആ God. വാക്ക് ഇന്ന് ശ്രദ്ധിച്ചു വെച്ചോണം. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഈ സംഭവങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒരിക്കൽ എൻലൈറ്റൻഡായി, പ്രകാശം ലഭിച്ചു, വെളിച്ചം വന്നു, അതിനൊക്കെ ബോധ്യപ്പെട്ടു. Once you were enlightened, സ്വർഗീയദാനങ്ങൾ എല്ലാം ഹെവൻലി ആയിരിക്കുന്ന ഗിഫ്റ്റ്സ് എല്ലാം കിട്ടി. you got all the heavenly gifts. നല്ല നല്ല അനുഭവങ്ങളുടെ ദിവസങ്ങൾ ഉണ്ടായിരുന്നു, അത് ആസ്വദിച്ചു. You had good days and you enjoyed them. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കേൾവിയും സ്തുതിയും എല്ലാം വന്നു. And you heard about the word of the Holy Spirit. ദൈവത്തിന്റെ കർത്താവിന്റെ നല്ല വചനങ്ങൾ ഇതിനകത്തൊക്കെ ഇരുന്ന് കേൾക്കുക. You're hearing the good word of the Lord. ഇനിയും നിന്റെ ജീവിതത്തിൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ബോധ്യങ്ങൾ നിനക്ക് ലഭിക്കുകയാണ്. And now you're hearing the good word about the kingdom of God. അവിടെയാണ് നീ മുമ്പോട്ട് വെച്ച് കാല് പുറകോട്ട് ഇറക്കിക്കൊണ്ട് പോവുക. That is why you're taking your step back and അതെന്താ going ചെയ്യുന്നറിയോ? back. തങ്ങൾക്ക് തന്നെ അവർക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും And you become people who will crucify അവനെ Christ again ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് and making him of public shame. ശ്രദ്ധിച്ച്, അവരെ പിന്നെയും അവരുടെ മനസ്സിനെ മാറ്റാൻ കഴിയത്തില്ല. And it is impossible for those to have a change in their heart. അവരുടെ ഹൃദയം കഠിനമായി പോകും. Their heart become hardened. അവരെ മാറ്റാൻ ഒക്കത്തില്ല, അവർ സമ്മതിക്കത്തില്ല. ഒന്നും വേണ്ടെന്ന് പറയും. It's difficult to change them. അവർ വാസ്തവത്തിൽ ആരുടെ വിരോധിയായി പിന്നെ മാറുന്നറിയോ? ദൈവത്തിന്റെ ദൈവം തന്ന സമ്മാനത്തെ മനസ്സിലാകാതെ ദൈവ വിരോധിയായി മാറും. Without understanding the gift of God, they turn against God. 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും പൗലോസ് ശ്ലീഹായുടെ ഹൃദയത്തിനകത്ത് സ്നേഹമുള്ളത് കൊണ്ട് 9-ാം വാക്യത്തിൽ പറയാണ്, എന്നാ നിങ്ങളെ കുറിച്ച് ഞാനും അത് തന്നെ പറയാം. എന്നാ പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ, നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതുമായത് ഉള്ളത് ഞാൻ വിശ്വസിക്കുന്നു. And even after all this, Paul out of his life ആരെയും ഇങ്ങനെ കുറ്റപ്പെടുത്താനല്ല പറയുന്നത്, പക്ഷേ സാധ്യതകൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഞാനത് പെട്ടുപോകരുത്. He says, I'm confident of better things concerning you, things that accompany salvation. ഇവിടെ ശ്രദ്ധിച്ചു, ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന് മനുഷ്യന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ തന്നോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്, ക്ഷമിക്കുക. നമുക്ക് ഈ കമ്പാരിസൺ നോക്കുകയാണ്. അങ്ങനെ അപ്പുറത്തിരിക്കുന്ന ആൾ ഇപ്പുറത്തിരിക്കുന്ന ആളുമായിട്ട് നമ്മൾ നോക്കുന്ന പറഞ്ഞ് അവർക്കുണ്ട് ദൈവത്തോടെ നീരസം. And then we are upset with God. നമ്മള് നാളുകളായി ചർച്ച വന്നു, ഇതുവരെ ജോലിയിൽ ഒരു മാറ്റം ഉണ്ടായില്ല. We've been in church for long, but there's no breakthrough in our career. അല്ലെ, സ്വാഭാവികമായിട്ടും എന്നോട് സംസാരിക്കുന്നു, ഞാൻ ഇനിയും വരുന്നില്ല, കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. And then you say, I'm not coming to church, You cut nothing the is connection, working. not with the church. ചർച്ചിനോടല്ല, നീ ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിച്ചോളെ. Remember, you're cutting connection with God. ബിസിനസ്സിൽ ഉയർച്ചകൾ വരുന്നില്ല, ദൈവികമായ ബന്ധത്തിനകത്ത് ഇടിച്ചു. നമ്മൾ വിചാരിച്ച പോലെ
ചർച്ചിനകത്ത് ഇപ്പൊ പാസ്റ്റർ ഞാൻ വിചാരിക്കുന്ന പോലെ ഇടപെടുന്നില്ല. അപ്പൊ ആരോടാ വിദ്വേഷം? പാസ്റ്ററിനോട് എന്താണെങ്കിലും ഉറപ്പായിട്ടുണ്ട്, അത് കാണിക്കുമല്ലോ മുഖത്തോട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ദൈവത്തോട്. Things are not happening per my expectation. You are upset with God and the pastor. പാസ്റ്റർ ബർത്ത്ഡേക്ക് എന്നെ വിളിച്ചില്ല. ഇവിടെ പാസ്റ്ററിന് മനുഷ്യനാ, അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കാണ്, അതുകൊണ്ടാണ് വിളിക്കാഞ്ഞെന്ന് വിചാരിക്കണം. വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തവരും ഉണ്ട്. Pastor didn't call for my birthday. Please understand, he is a human being. എന്റെ ഫോൺ മാത്രം കാണാത്തവരും ഉണ്ട്. There are people who don't even pick my call. എല്ലായിടത്തും കംപ്ലൈന്റ്. Everywhere you are ഈ complaining. കംപ്ലൈന്റ് എല്ലാം നമ്മളെ എന്തിൽ നിന്ന് അകറ്റും? These complaints take us away. Complaints take us away from God. ദൈവമാണ് എല്ലാത്തിന്റെ പ്രശ്നം. ആരാണ്? ദൈവം. God is the biggest problem. ഉയരാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവവിരോധിയായി മാറും. If you are not able to rise by your നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ദൈവത്തോടാ വിരോധം. പിന്നെ then we get upset with God. എന്റെ താഴ്ചയിൽ എന്റെ കൂടെ ഇരിക്കുന്നവരാണ് എന്റെ കർത്താവെന്ന് വിശ്വസിച്ചാൽ അത് നിനക്ക് വിടുതലായിട്ട് മാറും. But if you understand he is the one who will stay by me by വിശ്വാസത്തിന്റെ പേരാണ് സ്നേഹം. and that faith is called love. ഇനിയിപ്പോ എനിക്ക് ഒന്നുമില്ലെങ്കിലും എന്നെ സ്നേഹിച്ച ദൈവം എത്ര വലിയവനാണെന്ന് ഞാൻ അവനെ സ്തുതിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. But even if I don't have anything, he is my God. That is ഇവിടാണ് ദൈവം നമ്മളോട് ക്ഷമ ചോദിക്കുവാൻ ഇറങ്ങി വരികയാണ്. By sending his only begotten son. ഓക്കേ, തന്റെ ഏകജാതനായ പുത്രനെ കഴുതപ്പുറത്ത് സ്വർഗ്ഗത്തിലെ ദൈവം വലിയ സമ്മാനമായി മനുഷ്യവർഗത്തിന് വേണ്ടി നൽകുന്നത് കണ്ടോ? and that is why God is coming down to apologize to us by sending his son on the colt. ക്ഷമ ചോദിക്കുന്നതിന് തുല്യമായി ദൈവം സ്വർഗീയമായ ഏറ്റവും വലിയ സമ്മാനത്തെ നമ്മളോട് ക്ഷമ ചോദിക്കുന്നതിന് വേണ്ടി കൊടുത്തുവിടുന്ന കേട്ടോ. See how God is sending the best gift from heaven to ask us forgiveness. നിങ്ങൾക്ക് മനസ്സിലായോ? യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, കാൺമീൻ നമ്മൾ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഇത്ര വലിയ സ്നേഹം. Behold what manner of love the Father has bestowed unto us, that we might be called the children of God. സ്നേഹത്തിന്റെ അടയാളമാണ്, സമാധാനത്തിന്റെ അടയാളമാണ് ഈ കഴുതക്കുട്ടി മേൽ കയറി വരുന്നത്. And it is the sign of peace and love that is coming upon ചെളിയിൽ ആണ്ടുപോയ മനുഷ്യവർഗത്തോട് ദൈവം ക്ഷമ ചോദിക്കുകയാണ്. God is asking forgiveness to mankind who are drowning in miry clay. എന്റെ മകനെ മരക്കുരിശിൽ നൽകാം. I will send my son to the cross. Because I love you. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പകരം എന്റെ മകനെ ഞാൻ നൽകാം. I will send my son on the cross. നമ്മളിത് പറഞ്ഞില്ലെങ്കിൽ പുതിയ തലമുറ നിരീശ്വരത്വത്തിലേക്ക് പോകും. If we don't proclaim this, the current generation will ആശ ഞായർ go എന്താണെന്ന് അറിയത്തില്ല, വെള്ളിയാഴ്ച ആചരിക്കത്തില്ല, ഈസ്റ്റർ ആചരിക്കത്തില്ല, ക്രിസ്മസ് ആചരിക്കത്തില്ല. എടാ, നീ ഇതൊന്നും ആചരിച്ചില്ലെങ്കിൽ, നീ ഇതൊന്നും ആഘോഷിച്ചില്ല, ഇതൊന്നും പെരുന്നാളാക്കില്ല, നിന്റെ അടുത്ത തലമുറ എങ്ങനെ അറിയും ഇത്? If you don't celebrate Good Friday and Easter Sunday, how will your generation know what it is? ഇന്നലെ ഒരു കുഞ്ഞെന്നോട് പറയാണ്, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു പാം സൺഡേ ആഘോഷിക്കാൻ പോവുകയാണ്. Somebody was telling me for the first time in my life, I am celebrating Palm Sunday. റീന പറയാ, കഴിഞ്ഞ വർഷം ഇവരിവിടെയില്ലായിരുന്നു, അമേരിക്കയിലായിരുന്നു. എന്നോട് പറയാണ്, ആദ്യമായി എന്റെ ജീവിതത്തിൽ ഒരു ഹാശാ ഞായർ, ഒരു പാം സൺഡേ എന്റെ ജീവിതത്തിൽ. കാര്യം പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്നത് കൊണ്ട് കണ്ടിട്ടില്ല. Because she grew up in Pentecostal churches, she doesn't know what is Hosanna Sunday. നിങ്ങൾ മനസ്സിലാക്കണമേ, എന്താണിതെന്ന് അറിയത്തില്ല. She doesn't know what it is. ഈ കൊച്ചൻ രാവിലെ ഇവിടെ കൊണ്ടുവന്ന് കുരുത്തോല വെച്ചതിന്റെ അർത്ഥം നമ്മൾ ഈ കുരുത്തോല പിടിച്ചുകൊണ്ട് നടക്കുകയെന്നുള്ളതല്ല. ഈ കുരുത്തോല നിന്നെ ഓർമ്മിപ്പിക്കുന്നത് പ്രകൃതി ഇതാ ഇവനോട് ചേർന്ന് വന്ന് ഇവനെ സ്തുതിക്കുന്നത് കണ്ടോ? This palm leaf depicts that nature is coming along and praising the Son of God. ഇതിന് പുറകിൽ ഒരു കഥയുണ്ട്. ഇതിന്റെ പുറകിൽ കല്ലുകളുമായി നിന്ന കുഞ്ഞുങ്ങളാണ് പിന്നെ കുരുത്തോല എടുത്ത് പിടിച്ചത്. There is a story behind this. Children who are holding stones are now lifting up their branches. അവർ കുരുത്തോലകൾ പിടിച്ചത് രാജാവിനെ എതിരേൽക്കാനാണ്. They laid the stones down and held the palm leaves to welcome the king. ദൈവം പറയാ, ഞാൻ ക്ഷമ ചോദിക്കുക. God is saying, I'm asking you forgiveness. ദിനം പ്രതി നമ്മുടെ പക്ഷം നിന്ന് നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ് ദൈവിക കോടതിയിൽ ദൈവം. God is speaking for us in his ദിനം പ്രതി ഇടവിടാതെ അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്. Daily he is interceding for us. എന്തിനാണെന്നറിയാമോ? നമ്മൾ മൊത്തം കുഴപ്പക്കാരാ. പിന്നെ because we are full of problems. And we don't have any mediators. മറ്റ് മധ്യസ്ഥന്മാരൊന്നുമില്ല. ഏക മധ്യസ്ഥൻ യേശു കർത്താവാകുന്നു. He is the only mediator between us and God. ആ തിമോഥെയോസിന്റെ ലേഖനത്തിൽ 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിന് വേറെ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒറ്റ
മധ്യസ്ഥൻ അത് യേശു കർത്താവാകുന്നു. 1 Timothy 2 we read that there is ദൈവിക കോടതിയിൽ അവൻ between man നിന്നുകൊണ്ട് and God. നമുക്ക് വേണ്ടി ക്ഷമ പറഞ്ഞുകൊണ്ട് നിൽക്കുക. And he is constantly asking forgiveness for our sake. ആരാധന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എല്ലാം പുറത്തവനോടുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ്. കാലാതീതനായിരിക്കുന്നവൻ നമ്മിലേക്ക് ഇറങ്ങി കഴുതപ്പുറത്ത് വന്ന് നമ്മുടെ കാലഘട്ടത്തിലേക്ക്, നമ്മുടെ കാലത്തിലെ, നമ്മുടെ ജീവകാലത്തിലേക്ക് ഇറങ്ങി വരുന്നു. Worship is giving praise to the one who's come down in our midst into our times, riding on a colt. സമയാതീതനായിരിക്കുന്നവൻ, കാലത്തിന് അതീതനായിരിക്കുന്നവൻ, സമയത്തിന് അതീതനായിരിക്കുന്നവൻ നമ്മുടെ കാലത്തിലേക്ക് ഇറങ്ങി വരിക. One who is beyond time and space comes into our times. എന്തിനാ പറയാ? നമ്മളോട് പറയുന്നത് ഐ എം സോറി, നിനക്ക് എന്നോട് വിരോധമുണ്ട്, നിന്റെ വിരോധത്തെ തീർക്കുവാൻ ഞാൻ എന്റെ ഏക മകനെ നിനക്ക് വേണ്ടി നൽകി. And he is saying, I am sorry to appease your offenses. I will give you my son. അതുകൊണ്ട് ഞാൻ ഈ സെൽ മീറ്റിംഗ് ഒക്കെ വെക്കുന്നത്. ഈ സൺഡേയിലെല്ലാം പറയാൻ ഒക്കത്തില്ല. സെൽ മീറ്റിംഗിലൊക്കെ ആഴമേറിയത് ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. I teach deeper things in cell meeting and invite you to be part of it. ചിലർക്ക് അത് മനസ്സിലാകത്തില്ല. അവർക്കത് ഒരു പ്രശ്നമാണ്. ഇതൊക്കെ പഠിപ്പിക്കുന്നത്. Some people do not understand it. അത് അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് അല്ല വേണ്ടത്. പഠിക്കണം, നമുക്ക് മനസ്സിലാകണം, നമ്മുടെ ആശയങ്ങളെ നമ്മൾ മാറ്റണം. ഞാനിതാ പഠിച്ചിരിക്കുന്നു, ഞാൻ ഇങ്ങനെ ഇരിക്കത്തോളൂ, പാലം കുലിക്കാനും കേളം കുലിക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നത് എങ്ങനെ നോക്കുന്നു? ആശയത്തെ മാറ്റണം. We have to change our understanding. ആമേൻ. അങ്ങനെ അവന്റെ റിഡംഷൻ എന്ന് പറയുന്ന ആ പദ്ധതി, അവന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്ന പദ്ധതി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. We need to understand the plan of redemption. അവിടെ നിന്നാണ് അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിലാണ് വെളിപ്പാടുകൾ ഉണ്ടാകേണ്ടത്. And in that foundation we have revelations. ആമേൻ. കത്തോലിക്കരെ നിങ്ങൾ ശ്രദ്ധിച്ചേ. See the Catholics. ഈ വെള്ളിയാഴ്ച ദിവസം അവർ 14 കുരിശിന്റെ വഴികൾ എന്ന് പറഞ്ഞ റോഡിലെല്ലാം വരച്ചു വെച്ചിട്ട് അവിടെ എല്ലാം പോയി മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കും. They have something called the way of the cross and 14 stations, and they pray in all the spots. 14 യേശു വീണതിന് അടുത്ത തലമുറയെ ഓർക്കുകയാണ്. നിനക്ക് വേണ്ടി ഒരുത്തൻ മരത്തിൽ മരക്കുരിശും എടുത്ത് നടന്നെന്ന് അവർ ഓർപ്പിക്കുക. They are reminded the next generation. കുരിശുമില്ല, ഒന്നുമില്ല, ഓർമ്മയുമില്ല. We don't have the cross, we don't have these reminders. അതുകൊണ്ട് നമ്മുടെ പിള്ളേരോട് നമ്മൾ എന്ത് കാണിച്ചു കൊടുക്കും? What are we showing our children? അവനാകെ പാടെ അറിയാവുന്ന സാധനം ഇത് മാത്രം അറിയാം. All he knows is to clap hands. അവൻ കൈയടിച്ച് ചുമക്കുകയല്ലാതെ ഒന്നും സംഭവിക്കില്ല. ആർക്ക് വേണ്ടി ഇവൻ ഈ കൈയടിക്കുന്നത്? What is he clapping for? Whom is he clapping for? അവൻ പറഞ്ഞു കൊടുക്കണ, എടാ നിനക്ക് വേണ്ടി 14 ഇടത്ത് വീണവൻ നിന്റെ കർത്താവ് നിന്നോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം കൊടുത്തയച്ച സമ്മാനം. We must tell him he fell at these 14 stations and he's asking you forgiveness and he died for you. നമ്മൾ അതിൽ നിന്നെല്ലാം മാറി നിന്നേച്ച് നമ്മൾ വേറെ കണ്ടെന്ന് പറഞ്ഞു നിൽക്കുക. We are moving away from all those things. And why you come to church? എന്തിനാ ഇതിനകത്തൊക്കെ കയറി വരുന്നത്? ഇടുങ്ങിയ മനസ്സും കൊണ്ടിരിക്കാനാണോ ഇതിനകത്ത് ഇരിക്കുന്നത്? Are you sitting here with a narrow mind? എടാ അവൻ എടുത്തെങ്കിൽ bless him. അവനെ അനുഗ്രഹിച്ച് പറ. അവൻ എടുത്താണെങ്കിൽ അവൻ വർദ്ധിക്കട്ടെ. Even if somebody has taken it, bless him, let him increase. പാസ്റ്റർ 20,000 ചെക്ക് എടുത്തത് എന്റെ കർത്താവേ പാസ്റ്ററിന് പൈസയ്ക്ക് ബുദ്ധിമുട്ട് കാണും, വർദ്ധിക്കട്ടെ. Even if pastor takes 25,000, bless him. നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ച ഇടിവിൽ നിന്നാൽ ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. If you stand in the gap and pray for your enemies, the Lord will lift you. മറ്റുള്ളവരുടെ പതനത്തെ ആനന്ദമാക്കരുത്, പരസ്യമാക്കരുത്. Please don't publicize somebody else's fall. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 18 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 2 Corinthians 5:18 onwards. 5-ാം അധ്യായത്തിന്റെ 18 തൊട്ട് 20 വരെ. 2 Corinthians 5:18 onwards. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിങ്ങൾ നോക്കിയേ, നിരപ്പിന്റെ ശുശ്രൂഷ നടന്നത് എങ്ങനെയാണെന്നറിയാമോ? How did the ministry of reconciliation? ദൈവം നമ്മെ അവനോട് നിരപ്പിച്ചു. Because of Christ we are reconciled to himself. നിരക്കാൻ ആരാ ഇറങ്ങി വന്നത്? Who came down to reconcile? അവൻ ഞാനാണ് ദൈവം എന്ന് പറഞ്ഞിരിക്കുകയല്ല, ദൈവം നിരക്കാൻ ക്രിസ്തു മൂലം അവൻ ഇറങ്ങി വന്നു. He came down to reconcile to us. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നുമിരിക്കും. ഇപ്പൊ നമുക്ക് തന്നേക്കുന്ന ശുശ്രൂഷ എന്തുവാ? And now നിരപ്പിന്റെ ശുശ്രൂഷ. Given us a ministry of reconciliation. നിരക്കാൻ, എല്ലാവരോടും നിരക്കാനുള്ള ശുശ്രൂഷ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. He has given us a ministry of reconciliation. ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചെന്ന് പറയാൻ അതിന്റെ അർത്ഥം ദൈവം നമ്മളോട് ക്ഷമ ചോദിക്കുക. That means God is asking us forgiveness. ഈ സ്റ്റോറി ഓഫ് അബിഗൈൽ, ഈ രാജാക്കന്മാര്, ശൗമേലിന്റെ പുസ്തകം 1 ശൗമേൽ 25-ാം അധ്യായത്തിൽ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 25-ാം അധ്യായത്തിനകത്ത് ബുദ്ധിമതിയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ പിള്ളേർക്കൊക്കെ ഒത്തിരി പേർക്ക് അബിഗൈൽ എന്നുള്ള പേരിടും. അത് ഈ പേരിടുന്നവർക്കും അറിയത്തില്ല, എന്തിനാ ഇട്ടോന്ന് അറിയത്തില്ല. ചുമ്മാ ഒരു നല്ല പേര്. ക്ലാസ്സിൽ അറ്റൻഡൻസ് ഒക്കെ വിളിക്കാൻ ഒന്നാമതിരിക്കുമല്ലോ, AB, ഒന്നാമത്തെ റോൾ നമ്പർ 1 AB.
ഏബ്രഹാം എന്നുള്ള പേരൊന്നും ഇപ്പം ഇടാത്തതുകൊണ്ട് ഇങ്ങനത്തെ ആണെങ്കിൽ റോൾ നമ്പർ 1. കൊച്ചു കിടന്ന് വിഷമിക്കുക, ആൻസർ പേപ്പർ എല്ലാം കിട്ടുമ്പോൾ ഇവിടെ തന്നെ ആദ്യം വിളിക്കുകയും ചെയ്യും. അബിഗേൽ എന്തിനാ പേരിട്ടത്? ഞങ്ങളിപ്പം വിശ്വാസത്തിലുണ്ട്. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ പേര് മാറുമല്ലോ. ഗ്ലോറിയ, സോഫിയ. കഴിഞ്ഞ ദിവസം വീട്ടില് 4 പിള്ളേരുമായിട്ട് ഒരാൾ വന്നു, ഗ്ലോറിയ, സോഫിയ. ഞാൻ പറഞ്ഞു ആ പിള്ളേരെല്ലാം അറിയാം, ഇയാൾ പക്ഷെ മാഫിയ എന്ന് പറഞ്ഞു. ഗ്ലോറിയ, സോഫിയ, പിന്നെ കെസിയ, കൃപ, അല്ലേ? നമുക്ക് എങ്ങനെയുള്ള പേരുകളല്ലേ അല്ലേ? അല്ലെ, വിശ്വാസത്തിൽ വന്നില്ലെങ്കിൽ നമ്മൾ സിന്ധു, ബിന്ദു, സിന്ധു, ചഞ്ചു. വിശ്വാസത്തിൽ വന്നില്ലെങ്കിൽ മറ്റോമേല ചെയ്തില്ലെങ്കിൽ സുമ, ഉമ, ഉഷ, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ. വന്നു കഴിഞ്ഞാലോ ഗ്ലോറിയ, കൃപ, പിന്നെ അക്സ, പിന്നെ കെസിയ, പിന്നെ പറ 2 പേര്, എസ്തർ, റൂത്ത്, സാറ. കർത്താവ് ഇറങ്ങി വന്ന് നമ്മളോട് ക്ഷമ ചോദിക്കുക. The Lord has come down to ask us forgiveness. ക്ഷമ ചോദിക്കുക. He's asking us ഈ forgiveness. സ്റ്റോറി ഓഫ് അബിഗേൽ വായിക്കുമ്പോൾ When you read the story of ഭയങ്കര Abigail, ബുദ്ധിമതിയാ. very wise woman. അവിടെ കർമ്മേലിൽ വ്യാപാരമുള്ള മാവോന്യനായ വലിയ ധനികനായിരിക്കുന്ന നാബാൽ എന്ന് പറയുന്ന മനുഷ്യന്റെ ഭാര്യ. And she is a wife of Nabal, a rich merchant. ഒരിക്കൽ ദാവീദ് രാജാവ് ആ വഴി പോയപ്പോൾ തന്റെ ആൾക്കാർക്ക് വേണ്ടുന്ന സഹായം നാബാലിനോട് ചോദിച്ചു. വലിയ ധനികനല്ലേ? When David and his men were 10 passing by, പേർക്കുള്ള സഹായമായി ചോദിച്ചു. he asked help for 10 of his men. ഈ പൈസ കൂടുതലായതുകൊണ്ട് ഇച്ചിരി അഹങ്കാരം തലയ്ക്ക് പിടിച്ചവനായിരുന്നു ഈ നാബാൽ. Nabal was very proud. വലിയ ധിക്കാരപരമായിട്ട് ഉടനെ ദാവീദിന്റെ ആൾക്കാരെടുക്ക പറഞ്ഞു, ആരാ ഈ ദാവീദ്, ആരാ ഈ യെശയ്യായി, അവൻ എന്നോട് ചോദിക്കാൻ. And then he says, who is David? Who is this great person to ask me for അവര് help? അതുപോലെ എന്ന് ദാവീദ് രാജാവിനോട് പറഞ്ഞു. And they went and told David that രാജാവ് നിങ്ങൾ പറഞ്ഞു ദാവീദിന് ഈ ക്ഷിപ്രകോപം ഭയങ്കരമായിട്ടുള്ളത്. ദാവീദിന്റെ മേലുകീഴ് പെരുത്തിട്ട് ദാവീദ് ഉടനെ ഒരു സൈന്യമായിട്ട് ഇങ്ങ് വരുക. David comes with an army to attack him. ഇത് അറിഞ്ഞ അബിഗയിൽ ബുദ്ധിപരമായിട്ട് ഇടപെടുകയാണ്. Abigail was wise and handled രാജാവിനെ the situation. തണുപ്പിക്കുവാൻ ബുദ്ധിപരമായി അവിടെ ഇടപെട്ടത് എങ്ങനെയാ? 18-ാം വാക്യം. And how does she intervene? 1 ശമൂവേൽ 25:18. ഉടനെ അബിഗയിൽ 25:18. ഉടനെ അബിഗയിൽ 200 അപ്പവും 2 2 തുരുത്തി വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 പറ മലരും 100 ഉണക്കമുന്തിരിക്കുലയും 200 അത്തിയറയും എടുത്ത് എന്തതിന്റെ പുറത്താ പോയത്? എന്നാ പോയതിന്റെ കാര്യം അറിയാ? ഐ എം കമ്മിങ് ഫോർ പീസ്. നിനക്ക് ദേഷ്യമാണ്, പക്ഷേ എനിക്ക് സമാധാനം വേണം. എന്തൊക്കെ എനിക്ക് തരാൻ പറ്റും? എന്റെ കയ്യിലുള്ള മുഴുവനും ഞാൻ സമ്പാദ്യം നിനക്ക് തരികയാണ്. നിനക്ക് ആവശ്യമുള്ളത് ഇതൊക്കെയല്ലേ? അതുകൊണ്ട് കഴുതപ്പുറത്ത് ചെല്ലുന്നത്. Abigail rides on a donkey and hastily goes with gifts to appease with കഴുതപ്പുറത്ത് സമ്മാനമായി ചെല്ലുന്ന ഈ ബുദ്ധിവൈഭവമുള്ള അബിഗയിലിന്റെ പെരുമാറ്റമാണ് രാജാവിന്റെ മനസ്സിനെ തണുപ്പിച്ചത്. And Abigail's wise intervention calmed the heart of the king. ഇവിടെ മനുഷ്യവർഗം ദൈവത്തോട് കോപിച്ചിരിക്കുമ്പോൾ സ്വർഗം സമ്മാനവുമായി കഴുതപ്പുറത്ത് വരുന്നത് കണ്ടോ? When mankind was upset with God, heaven comes with a gift on a സ്വർഗം donkey. നമ്മളോട് ക്ഷമ ചോദിക്കുകയാണ്. Heaven is asking us Come forgiveness. back to 2 Corinthians 5:18. 2 Corinthians 5:18 വന്നാട്ടെ. അതിനൊക്കെയും ദൈവം തന്നെ കാരണം. ദൈവമാണ് ഇതിനെല്ലാം കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ദൈവം ക്രിസ്തു മൂലം തന്നോട് അവനോട് നമ്മളെ നിരപ്പിച്ചു. God has reconciled us to himself. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? What do we have to do? നമ്മളാ നിരക്കേണ്ടത്. ഇനി We have to reconcile. അവൻ നമ്മളോട് നിരന്നു. He is reconciled. മിനിസ്ട്രി ഈസ് ഡിഫറെന്റ്. പ്രത്യേകമായ ഒരു ശുശ്രൂഷ നമ്മളെ ഭരമേൽപ്പിച്ചു. He's given us a special നേരത്തെ ministry. കണ്ണിന് പകരം കണ്ണ്, കാതിന് പകരം കാത്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞ ശുശ്രൂഷ അവൻ എടുത്ത് മാറ്റി. He's removed the ministry that says eye for eye, tooth for tooth. അബിഗയിൽ ഏറ്റവും നല്ല സമ്മാനമായി ചെയ്തതുപോലെ സ്വർഗം നമ്മുടെ വീഴ്ചകളിലേക്ക് അവൻ തന്നെ ക്ഷമ ചോദിച്ചിറങ്ങി വരിക. As Abigail came with the best 19-ാമത്തെ വാക്യം. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു.
ഈ നിരപ്പിന്റെ വചനം ദൈവം ലോകത്തിന്റെ, അതായത് നമ്മളുടെ ഒന്നും തെറ്റുകളെ കണക്കിടാതെ ദൈവം ക്രിസ്തുവിൽ ദൈവത്തോട് നമ്മളെ നിരപ്പിച്ചു. Without considering our iniquities, the Lord has reconciled us. നമ്മുടെ പാപങ്ങളിലേക്കല്ല അവൻ നോക്കുന്നത്, He did not look നമ്മുടെ at our sins. കുറവുകളിലേക്കല്ല നോക്കുന്നത്. He did not look at our അവൻ shortcomings. പറയാണ്, ഞാനാണ് കുറവുകാരൻ, He says, നീ സന്തോഷിക്കണം, മനുഷ്യവർഗമേ നീ സന്തോഷിക്കുവാൻ, ഞാൻ ചെയ്ത തെറ്റുകൾ നീ എന്നോട് ക്ഷമിക്കുവാൻ, ഇതാ ഞാൻ ഏറ്റവും നല്ല സമ്മാനത്തെ തരുന്നു. Here I am coming with the best gift because I take your sins on myself. He is after mankind. മനുഷ്യവർഗത്തിന്റെ പിന്നാലെ നടക്കുന്ന ദൈവത്തെ നിങ്ങൾ കണ്ടോ? എന്നെ വിട്ടുകളയാഞ്ഞത്. Look at a God who is after mankind. ഏതെങ്കിലും വെച്ച് കളയേണ്ടതല്ലേ? He should have forsaken us in the garden അന്ന് of ഒറ്റ Eden. മനുഷ്യനെ ഉള്ളായിരുന്നു, അവനെ വിട്ടുകളയാതെ വേറൊന്നിനെ ഉണ്ടാക്കാതെ അതിനെ പണിതെടുക്കുവാൻ വേണ്ടി സ്വർഗത്തിന്റെ സമ്മാനത്തെ നമുക്ക് വേണ്ടി നൽകി. Instead of forsaking man and creating something new, something else, God gave us his best gift. അത് മാത്രമാണ്, യേശുവിനെ മാത്രമാണ് തന്നത്. റോമർ 8:32. Romans 8:32. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചവൻ അവനോടുകൂടെ സകലവും തരാതിരിക്കുമോ? ഇന്ന് രാവിലെ നിന്റെ മനസ്സിനെ ഉണർത്തിക്ക്. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സമ്മാനത്തെ തന്നവൻ നിന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ നിന്നെ ഉപേക്ഷിക്കത്തില്ല. നിന്റെ താഴ്ചകളിൽ ഇറങ്ങി വന്ന് അവൻ നിന്നെ ഉയർത്തിപ്പിടിക്കും. He who did not spare his own son but delivered him up for us all, how will he not along with him freely give us all things? He who spared his own son will give us everything else that we need and lift us up. നമ്മളാ മാറേണ്ടത്. നമ്മുടെ അകത്ത് സ്നേഹത്തിന്റെ ഭാഷ വരണം. We need to have the language of love inside us. നമ്മുടെ അകത്ത് സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ വരണം. We need to have the message of love inside us. സ്നേഹത്തിന്റെ പെരുമാറ്റങ്ങൾ വരണം. We need to have the behavior of love ഇസ്രായേൽ inside മക്കളെ us. കൊണ്ട് നടക്കുന്നത് കണ്ടില്ലേ? See how he is carrying the children of ആ Israel. ദൈവം എന്താണ് ഇത്രയധികമായി നമുക്ക് വേണ്ടി ചെയ്തത്? Why is he doing so much for us? അത്രയധികം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട്. He loved so much. ഹല്ലേലൂയ. പള്ളി വരുന്നൊന്നുമല്ല കേട്ടോ ഉത്തരവാദിത്വം. പള്ളി വരണം. Responsibility is not coming to church. ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന ഉത്തരവാദിത്വം. Leading a Christian life is ക്രിസ്ത്യ responsible. ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല ശിഷ്യനായിരിക്കുക എന്ന് പറയുന്നതാണ് ഉത്തരവാദിത്തപ്പെട്ട ക്രിസ്ത്യ ജീവിതം. Being a good disciple. അതുകൊണ്ട് ഈ ഒരാഴ്ച മുഴുവനും നമുക്ക് അതിനായിട്ട് ഒരുങ്ങാം. Let us prepare ourselves this whole week of ഈ passion. കുരുത്തോല നിന്റെ സ്തുതിയെ കാണിക്കുന്നു. This palm leaf shows your praise. ഈ കുരുത്തോല നിന്നോട് സംസാരിക്കുന്ന സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി നല്ല സമ്മാനത്തെ കൊടുത്തു വിട്ടതിനെയാ. This palm leaf speaks about the good gift heaven has sent you. പ്രകൃതി സസ്യജാലങ്ങളും ആമേൻ ആമേൻ ഹല്ലേലൂയ ജീവജന്തുക്കളെല്ലാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ തിമിംഗലം വരെ സ്തുതിക്കുമെന്ന് ആമേൻ സങ്കീർത്തനക്കാരൻ പറയുന്നത്. കടലിൽ കിടക്കുന്നതും വായുവിൽ സഞ്ചരിക്കുന്നതും കരയിൽ ഇരിക്കുന്നതും എല്ലാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ മനുഷ്യരായ നമുക്ക് അവനെ സ്തുതിക്കുവാൻ കഴിയുന്നില്ല. When the whole animal kingdom and the plant kingdom, everything that is on the earth and in the sea praise him, we are not able to praise him. എല്ലാ ദിവസവും നമുക്ക് കൂടാൻ ഒക്കാത്തതുകൊണ്ടാണ് വെള്ളി ശനി ഞായർ അടുത്ത 3 ദിവസങ്ങളിൽ ഫാസ്റ്റിംഗ് പ്രയർ ആയിട്ട് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഉപവസിക്കാനല്ല ഞാൻ ആമേൻ നിർബന്ധിക്കുന്ന, ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതേ അല്ല ഉദ്ദേശം. വചന കേൾവിയാൽ ദൈവിക ബന്ധത്തെ നിങ്ങൾ ആമേൻ പണിതുകൊണ്ട് വരണം. We cannot meet every day, so I've kept 3 days of fasting prayer, more than skipping food. You need to be here in the right hearing of the word. നിങ്ങൾ ഭക്ഷണം വെടിഞ്ഞോ? ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വെടിഞ്ഞോ? ഡിന്നർ വേണ്ടി ഒരു കഴിച്ചോളുക. ഒരു നിർബന്ധവും നിയമവും ഒന്നുമില്ല. There is no law നിങ്ങൾ here. വചനത്തിന്റെ കൂടെ ഇരിക്കണം. You can either skip breakfast or skip lunch and have dinner, whatever it is, your choice. There is no law, ഈ but you have to be with the word. ദിവസങ്ങളിലൊക്കെ ധ്യാനിക്ക്. എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ എത്രയധികമായി സ്നേഹിച്ചത്. Meditate these days how much the heavenly Father has loved me. അവൻ ലംഘനം ചൂണ്ടിക്കാണിക്കുകയല്ല, He does not point at your mistakes. നമ്മുടെ ലംഘനങ്ങളെ അവൻ ക്ഷമിക്കുകയായിരുന്നു. He has forgiven us. അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ. That is why the psalmist says, blessed is the one whose sins are forgiven and തിരുത്തലുകൾ നമുക്ക് ആവശ്യമാണ്. തിരുത്തലുകൾ we need ആവശ്യമാണ്. corrections. ക്രമീകരണങ്ങൾ ആവശ്യമാണ്. We need to put things in അത് order. നമ്മളെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ്. നിന്നെ തിരുത്തുകയാ ചെയ്യുന്ന ചില കാര്യത്തിനകത്ത്. Certain things will correct us. അങ്ങനെ ചെയ്യില്ലെന്ന് പറയുന്നതിന്റെ കാര്യം അത് നിന്റെ മേൽ മുഖം വെക്കുകയല്ല, തിരുത്തലുകൾ നിന്റെ വളർച്ചയ്ക്ക് നിന്നെ സഹായിക്കുന്നതാണ്. Corrections help your growth. ഇന്നത്തെ കേൾവിയിൽ കൂടി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വാല്യുബിൾ ആയിട്ടുള്ള, വിലമതിക്കപ്പെട്ടുന്ന, പ്രാധാന്യം അർഹിക്കുന്ന
നിധിയായിരിക്കുന്ന കാര്യം എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. You must understand what is the most precious thing that has been given into your hands. വാല്യുബിൾ, വിലയുള്ളത്, Valuable, important, important, ട്രഷർ ആയിരിക്കുന്നത്. the one that's treasured. അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വിടുതല. If you understood that, that's deliverance for you. സ്വർഗീയമായ സകല കാര്യങ്ങളെയും നമുക്ക് നൽകി തരാൻ അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവിനെ തന്നത്. And he is given as a guarantee of the Holy Spirit. എന്ന് പറഞ്ഞാൽ പുറകെ നടന്നിട്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്ന പിതാവിനെ നിങ്ങൾ കാണണം. പിതാവ് നമ്മുടെ പുറകെ വന്നിട്ട് പറയാ ഐ എം സോറി. And the Father is coming behind us saying I'm sorry. മിന്നമ്മൾ ഇവിടെ ഇരിപ്പുണ്ടോ? കമ്മിയ അപ്പ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? അപ്പ സോറി പറഞ്ഞിട്ടുണ്ടോ? പുറകെ വന്ന് സോറി പറഞ്ഞിട്ടുണ്ടോ? അതെന്നാ കാര്യം? എന്താ കാര്യം? ഒറ്റ കാര്യമേ ഉള്ളൂ. അത് ഈ ആര് പിള്ളേരോട് ചോദിച്ചാലും പറയാം എൻ്റെ അപ്പൻ അതുപോലെ എന്നെ സ്നേഹിക്കുന്നു. പൊയ്ക്കോളെ. നമ്മൾ ചിലപ്പോൾ ദേഷ്യത്തിനൊക്കെ എന്തെങ്കിലും പറയുമായിരിക്കാം. പക്ഷെ പിതാവിന്റെ കോപത്തെ തണുപ്പിക്കുവാൻ അവന്റെ അകത്ത് തന്നെ ഒരു സ്നേഹത്തിന്റെ നിറവുണ്ട്. The Father has love inside him that it comes down every anger. പഴയ നിയമത്തിൽ മുഴുവനും കാണുന്ന ക്രോധമുള്ള ദൈവത്തെ നിങ്ങൾ കണ്ടേ? In the Old Testament we see an angry God. യേശു വന്നിട്ട് പറയുന്നത് ക്രോധത്തിന്റെ ദൈവമല്ല, അവൻ സ്നേഹത്തിന്റെ ദൈവം. Jesus comes and says he is not a God of anger, he is a God of love. അതൊക്കെ അതുപോലെ മനസ്സിലായി. യോഹന്നാൻ അപ്പോസ്തലന് മനസ്സിലായിട്ട് പറയാൻ God is love. ദൈവം സ്നേഹമാണ്. And John understood that he is a God of love. അല്ല, God is wrath എന്നോ God is anger എന്നോ അല്ല പറഞ്ഞത്. John did not say കോപക്കാരനെന്നോ God. ദേഷ്യക്കാരനെന്നോ പക പൊട്ടുക്കുന്നവനെന്നോ അല്ല യേശു പറഞ്ഞത്. John did not say that God is a one of anger or യേശുവിന് മനസ്സിലായി ഞാനാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം. Because Jesus understood that I am the greatest treasure in heaven. പിതാവിന്റെ ഹൃദയത്തെ അറിഞ്ഞ പുത്രൻ പറയുകയാണ്, എന്നെ സ്നേഹിച്ചതിൽ കൂടുതൽ അവൻ സ്നേഹിച്ചത് മനുഷ്യകുലത്തെയാണ്. The father who knew the heart of the son who knew the heart of the father says that beyond how much he loved me, he's loved you. അതാണ് പുത്രന്റെ മെസ്സേജ് നിങ്ങൾ കേട്ടെ. പുത്രൻ പറയുന്നത് അവൻ ലോകത്തെ സ്നേഹിച്ചു. He loved the world. അതുകൊണ്ട് ആരെ നൽകിയെന്നറിയാമോ? തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിന് വേണ്ടി അവൻ നൽകി. So he gave his only begotten son to the world. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് പുത്രന് ഒരു കംപ്ലൈന്റും ഇല്ല. That's why the son doesn't have any complaint. എങ്ങനെയാണ് പിതാവ് അതുപോലെ പുത്രനും ഇരിക്കുന്നത്? How the father is, so is the son. പരിശുദ്ധാത്മാവിന് കംപ്ലൈന്റ് ഉണ്ടോ? ഇല്ല. Holy Spirit does not complain. അങ്ങനെയാണെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ഞാനങ്ങ് ചെല്ലാം. And so the Holy Spirit says I am coming as an എന്റെ മൂന്ന് advance. പേരുടെ പ്രവൃത്തി നോക്കിയേ. പിതാവ് പറയും എന്റെ സ്നേഹത്തെ എനിക്ക് അവർക്ക് കാണിച്ചു കൊടുക്കണം. Father says I want to show them my love. പുത്രൻ പറഞ്ഞു ഞാൻ തയ്യാറാണ്. Son says I'm ready. പരിശുദ്ധാത്മാവ് പറയും അങ്ങനെയാണെങ്കിൽ അവർക്ക് അഡ്വാൻസ് കൊടുക്കുന്നത് ഞാനായിരിക്കും. Holy Spirit says if so I will give them as advance. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നമുക്ക് അഡ്വാൻസ് ആയി കിട്ടിയത് സ്വർഗത്തിന്റെ സകല നിക്ഷേപങ്ങളുടെയും അച്ചാരമായി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. Holy Spirit is given as an advance or a guarantee for every heavenly treasure. വന്ന് ക്ഷമ ചോദിക്കുന്ന പിതാവിനെ നീ കാണുന്നുണ്ടെങ്കിൽ സ്വർഗീയമായ സകല സമ്പത്തും നിനക്ക് അവകാശമാണ്. If you see a God who's coming behind you with apologies, everything in heaven belongs to you. എഫെസ്യർ 6:19 അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ എഴുതുന്നത് ഇതിന്റെയൊക്കെ അംബാസഡർ ആയിട്ടാണ് നമ്മളെ മാറ്റിയത്. Ephesians 6:19 we have become ambassadors of these things. Hallelujah. Hallelujah. നമ്മളെ എന്തിന്റെ അംബാസഡർ ആക്കി? What are we about? ഇത് പറയാൻ പലപ്പോഴും ചങ്ങലകളൊക്കെ കാണുമായിരിക്കാം. പക്ഷെ ചങ്ങല ധരിച്ചാലും ഞങ്ങൾ പറയും യേശു കർത്താവ് പിതാവിന്റെ സ്നേഹത്തെ കൊണ്ടുവന്ന് ഞങ്ങളെ സ്വർഗത്തിന്റെ അംബാസഡേഴ്സ് ആക്കി മാറ്റി. Even though we are in chains, we will declare boldly that we will become ambassadors. പറയണമെന്ന് പ്രാഗൽഭ്യത്തോടെ. We need to share this with confidence. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ഞങ്ങളെ പോലുള്ളവർക്ക് ഇതിന്റെ പ്രാഗൽഭ്യം ഉണ്ടാകുന്നത്. You must pray for us. That's why we become confident. ഹല്ലേലൂയ. ദൈവം ക്ഷമ ചോദിക്കുന്നു. God is asking us forgiveness. എങ്ങനെ ഫെലോഷിപ്പ് ഉണ്ടാകുന്നത്? How does fellowship happen? ദൈവം ക്ഷമ ചോദിച്ചപ്പോൾ ദൈവത്തോട് നമുക്ക് ഫെലോഷിപ്പ് ഉണ്ടായി. When he asks us forgiveness, we have fellowship with him. തമ്മിൽ ക്ഷമ ചോദിച്ചാൽ ഫെലോഷിപ്പ് ഉണ്ടാകും. When we ask forgiveness to each other, we have fellowship with each ആശാ other. ഞായറാഴ്ച ഇന്നത്തെ ഈ പാം സൺഡേ ആശാ ഞായറാഴ്ച ക്ഷമയുടെ
ഞായറാഴ്ചയായിട്ട് നിങ്ങൾ കാണണം. Let this be a Sunday of asking forgiveness. ആർക്കെങ്കിലും ഒക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിനെ ഉയർത്താതെ തെറ്റിനെ നിന്റെ സ്നേഹം കൊണ്ട് മറച്ചു പിടിക്കണം. Cover offenses in love. എന്നിട്ട് സ്നേഹത്തിൽ വേണം തിരുത്താം നമുക്ക്. Correct in love. മാനവകുലതയ്ക്ക് വേണ്ടി വന്ന ദൈവിക സമ്മാനം നമുക്ക് വേണ്ടി ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. The gift that has come down for mankind is still crying for us. എന്താ കരയുന്നത്? പിതാവേ, ഇവർ ചെയ്യുന്നത്. ഇന്നും നമ്മൾ കാണിക്കുന്ന ഓരോ കാര്യത്തെ നോക്കി യേശു കർത്താവ് ഇടുവിൽ നിന്നുകൊണ്ട് പറയാ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ forgive them. Even today Jesus is interceding for us. Father, forgive them, for they do not know what they do. എബ്രായർ 9, 10, 11 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണുന്നത് ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി എന്നും മധ്യസ്ഥത പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവൻ. Hebrews 9, 10, 11 we read about a great high priest who is interceding എന്താണ് അവൻ for നമുക്ക് us. വേണ്ടി മധ്യസ്ഥത പറയുന്നത്? Forgive them, Father. He's saying forgive them. ഹല്ലേലൂയ. അതാത് സ്ഥലങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. Shall we rise up wherever we are? ഇന്നത്തെ ദിവസം നമ്മുടെ ആ തിരിച്ചറിവുകളെ ഉണർത്തുന്ന ദിവസമായി തീരട്ടെ. May it be a day these understandings are awakened in us. ഹല്ലേലൂയ. Hallelujah. യേശു മരിച്ചത് എന്തിനു വേണ്ടിയാണ്? Why did Jesus die? എന്തിനാണ് അവൻ കുട്ടിയുടെ പുറത്ത് വന്നത്? Why did he ride on a colt? ഹല്ലേലൂയ. Hallelujah. എല്ലാം ദൈവികമായിരിക്കുന്ന പ്രവൃത്തി എന്നിൽ കൂടി വെളിപ്പെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray that all this work of the Lord should be revealed through us. Hallelujah. Hallelujah.